ഇസ്ലാമികർ ബംഗ്ലാദേശിൽ നടത്തിയോ? ചോദ്യം. ഉത്തരം പറഞ്ഞോളൂ. മുഹമ്മദ് വിമർശകനും പറയാം, ഫോളോയിങ്ങിനും പറയാം, ആർക്കാ വേണമെങ്കിൽ പറയാം. അദ്ദേഹം എന്ത് പാപം ചെയ്തു നിങ്ങളെ പറയണേ? എന്റെ ആവശ്യം എന്താണ്? ചോദ്യം കേട്ടായിരുന്നോ? ആ ചോദ്യം കേട്ടായിരുന്നു. ആ, ജമാഅത്തെ ഇസ്ലാമി ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ കണ്ടല്ലോ വീഡിയോയിൽ കൂടി. അതിനെ ആരംഗീകരിക്കണത്? ബംഗ്ലാദേശിൽ നടന്ന അതിന്റെ ആഭ്യന്തര ഞാൻ ചോദിച്ച ചോദ്യത്തിന് മുഹമ്മദ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു കാര്യം അവർ ചെയ്തിട്ടുണ്ടോ? ഒരു മിനിറ്റ്. ബംഗ്ലാദേശിൽ നടന്നത് ആഭ്യന്തര കാര്യമാണോ മുഹമ്മദെ? അല്ലാതെ പിന്നെ അവിടുത്തെ അപ്പൊ ആഭ്യന്തര പാലസ്തീനിൽ നടന്നത് ഇന്റർനാഷണൽ കാര്യമാണോ? നമ്മളെ പാലസ്തീനിലെ കാര്യത്തിൽ അല്ല, ചോദിച്ചത് പറ, പാലസ്തീനിൽ നടന്നത് ഇന്റർനാഷണൽ കാര്യമായിരുന്നോ? പാലസ്തീനിലെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. ചോദിച്ചതിന് ഉത്തരം പറ. പാലസ്തീനിലെ കാര്യം ഇന്റർനാഷണൽ കാര്യമായിരുന്നോ? ആഭ്യന്തര കാര്യമായിരുന്നു. ആഭ്യന്തര കാര്യം. പിന്നെ എന്തിനാ എവിടെ കയറി എന്നിട്ട് കുറെ സുഡാപ്പികള് കൊട പിടിച്ചോണ്ട് നടക്കണ്ടായിരുന്നല്ലോ? കൊടി എന്നുള്ള കാര്യം ഞാൻ വിട്ടു, കൊട പിടിക്കണ്ടായിരുന്നല്ലോ? അല്ലല്ലോ, ലോക മുസ്ലിംസ് ഞങ്ങളുടെ സഹോദരന്മാരായിരുന്നു ഞങ്ങൾ കാണുന്നു. അപ്പൊ പിന്നെ ബംഗ്ലാദേശിലുള്ളവർ നിങ്ങളുടെ സഹോദരന്മാരല്ലേ? ബംഗ്ലാദേശിൽ രാഷ്ട്രീയ പ്രോബ്ലം ആണ് അത്. പൊളിറ്റിക്കൽ അപ്പൊ മറ്റേതെന്തായിരുന്നു പ്രശ്നം? പാലസ്തീനിൽ എന്തായിരുന്നു പ്രശ്നം? അതൊരു പൊളിറ്റിക്കൽ പ്രശ്നമല്ല. രാഷ്ട്രീയവും പൊളിറ്റിക്കലും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലേ? പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും മലയാളത്തിലും രണ്ടൊന്നാണ്, രാഷ്ട്രീയം മലയാളമാണ്. ഫോളോയിങ് പറഞ്ഞു കൊടുത്തതിന് നന്ദി. പക്ഷെ ഇത് പൊളിറ്റിക്കൽ വ്യത്യാസമുണ്ട്, രാഷ്ട്രീയ വ്യത്യാസമുണ്ട്. അത് ഫോളോയിങ്ങിന് അറിയാത്തതുകൊണ്ടാണ്. ഓക്കെ, മുഹമ്മദിന് തൽക്കാലം താഴത്തേക്ക് ഇരിക്കും, അല്ലെങ്കിൽ മുഹമ്മദ് സംസാരിച്ചോളൂ. ബ്രദറെ വിടല്ലേ, മുഹമ്മദിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദ്യം, ബംഗ്ലാദേശില് ഫോളോയിങ് ഒരു മിനിറ്റ് ഉണ്ടായിരിക്കണേ. ഓക്കെ, ഇപ്പൊ മുഹമ്മദ് സംസാരിക്കല്ലേ, രണ്ടുപേരും കൂടെ ഒരുമിച്ച് സംസാരിച്ച രസം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഓക്കെ, മുഹമ്മദ്, അപ്പൊ പൊളിറ്റിക്കലാണ് മറ്റേ പാലസ്തീനിലെ കാര്യം, മറ്റേടത്ത് രാഷ്ട്രീയമാണ്. ഓക്കെ, ഞാനത് അംഗീകരിക്കുന്നു. ബംഗ്ലാദേശിലെ രാഷ്ട്രീയമാണെന്നും പാലസ്തീനിലെ പൊളിറ്റിക്സ് ആണെന്നും. പക്ഷെ പാലസ്തീനിലെ പൊളിറ്റിക്സിൽ എന്തിനാണ് ഇന്ത്യക്കാർ കയറി കൈകടത്തിയത്? ഉലമാക്കൾ നമ്മുടെ നിലപാട് പറയാനാണ്, അല്ലാതെ അപ്പൊ നിങ്ങള് ഒരു കാര്യത്തിലും പാലസ്തീന്റെ കാര്യം പറഞ്ഞപ്പോ അത് പൊളിറ്റിക്സ് ആന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വന്ന പിന്നെ എന്തിനായിരുന്നു? പാലസ്തീന്റെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. നമ്മളെ ഏത് പ്രസ്താവനയും നമ്മളെടുത്ത് നോക്കിയാൽ നമ്മളതിൽ ഇടപെട്ടിട്ടുണ്ട്. നമ്മളെന്തിനാ അത് പറയേണ്ട ആവശ്യം? ഓക്കെ, അപ്പൊ നിങ്ങള് മൊത്തം അതിലിടപെട്ട എല്ലാ മുസ്ലിങ്ങളെയും നിങ്ങൾ തള്ളി ഇല്ല, അല്ലേ? ഇല്ല, തള്ളിയിട്ടൊന്നുമില്ല. അപ്പൊ അത് അംഗീകരിക്കുന്ന താങ്കള്? അംഗീകരിക്കുന്നുമില്ല, തള്ളിയിട്ടുമില്ല. അപ്പൊ ഇതെന്താ ഇരട്ടത്താപ്പല്ലേ? നിങ്ങൾ എന്താ അംഗീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ല? അംഗീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല? ഞാനതിനോട് പ്രത്യേകിച്ച് എനിക്കതിനോടൊരു അഭിപ്രായം. ബംഗ്ലാദേശിൽ മുസ്ലിമീങ്ങൾ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുന്നു. ഇത് ന്യായീകരിക്കത്തക്കതാണോ? ന്യായീകരിക്കത്തക്കതാണോ? ബംഗ്ലാദേശിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് മുമ്പില് കാവൽ നിൽക്കുന്ന മുസ്ലിംസ് ആണ്. അത് ചക്കക്കുരു. അത് പൊളിക്കാൻ വേണ്ടി നിൽക്കുന്ന വീഡിയോ എന്റെ അടുത്തുണ്ട്. പൊളിക്കുന്ന വീഡിയോ എന്റെ അടുത്തുണ്ട്. അതിന് കാവൽ നിൽക്കുന്ന മുസ്ലിമുകളുടെ വീഡിയോ അതൊക്കെ താങ്കൾക്ക് തോന്നുന്നത്. താങ്കളല്ലല്ലോ. അപ്പൊ താങ്കൾ എന്തിനാ മുസ്ലിം? ഇത് കേൾക്കൂ. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊല്ലുന്നു എന്ന് പറഞ്ഞപ്പോ താങ്കൾക്ക് പ്രശ്നമില്ല. ഇപ്പൊ താങ്കൾ പറയാണ് കാവൽ നിൽക്കുന്ന മുസ്ലിങ്ങളെ കുറിച്ച് താങ്കൾക്ക് അഭിമാനമുണ്ട്. അപ്പൊ ഹിന്ദുക്കളെ കൊല്ലുന്ന മുസ്ലിങ്ങളെ കുറിച്ച് താങ്കൾക്ക്, അല്ലെങ്കിൽ ക്രൈസ്തവരെ കൊല്ലുന്ന മുസ്ലിങ്ങളെ കുറിച്ച് താങ്കൾക്ക് എതിരഭിപ്രായം ഇല്ല താനും. ഇത് ഇരട്ടത്താപ്പല്ലേ? അതിനെ അംഗീകരിച്ചു. നിങ്ങളെ വാചകങ്ങൾ എന്റെ വായി കുത്തിത്തിരിക്കാൻ അമ്പലത്തിന് കാവൽ നിൽക്കുന്നതിന് അംഗീകരിക്കുന്നോ താങ്കള്? ഉണ്ട്. അമ്പലത്തിൽ കാവൽ നിൽക്കണതിന് അംഗീകരിക്കുന്നത് അവിടുത്തെ മുസ്ലിംസ് തന്നെയല്ലേ ഇത് ചെയ്യുന്നത്, അതിനെ എതിർത്ത് നിൽക്കുന്നത്. ആ ശതമാനം ഈ അമ്പലത്തിന് കാവൽ നിൽക്കുന്ന മുസ്ലിമീങ്ങൾ ആരെ പേടിച്ചിട്ടാണ് അമ്പലത്തിന് കാവൽ നിൽക്കുന്നത്? ഇപ്പൊ ഈ സംഘികളെ പോലെയും ക്രിസംഗികളെ പോലെയും ചോദിച്ചതിന് ഉത്തരം പറയൂ. ആരെയാണ്, ആരെ പേടിച്ചിട്ടാണ്, ഏത് മതസ്ഥരെ പേടിച്ചിട്ടാണ്? നിങ്ങളുടെ മനസ്സിലുള്ള ഉത്തരം എന്റെ വായി കുത്തിത്തിരിക്കാൻ നോക്കണ്ട. ഞാൻ പറയാനുള്ള താങ്കൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. താങ്കളുടെ വായിന്റെ നാവ് ഞാനല്ലോ. ഓക്കെ, അപ്പൊ താങ്കൾ പറയൂ, ഏത് മതസ്ഥരെ പേടിച്ചിട്ടാണ് മുസ്ലിമീങ്ങൾ ബംഗ്ലാദേശിൽ അമ്പലത്തിന് കാവൽ നിൽക്കുന്നത്? എക്സ്ട്രീംസ് ആയിട്ടുള്ള കുറച്ച് വിഭാഗം. ചോദിച്ചതിന് ഉത്തരം പറ. ബംഗ്ലാദേശിൽ ഏത് മതസ്ഥരെ പേടിച്ചിട്ടാണ്? എക്സ്ട്രീം മുസ്ലിം മുസ്ലിങ്ങളെ തന്നെ. മുസ്ലിം തന്നെയാണല്ലോ അത്. എക്സ്ട്രീം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ. അതെ, അപ്പൊ മുസ്ലിങ്ങളെ തന്നെയാണല്ലോ.
ഷെയ്ഖ് ഹസീനയുടെ ബ്രാ എടുത്തുകൊണ്ട് ഓടിയത് ഏത് മതസ്ഥരായിരുന്നു? താങ്കൾ ആ വീഡിയോ കണ്ടായിരുന്നോ? ഇല്ല, നമ്മളത് കണ്ടില്ല. ഓക്കെ ഓക്കെ. ഷെയ്ഖ് ഹസീനയുടെ വീട് അത് ആക്രമിച്ചത് ആരായിരുന്നു? എടുത്തുകൊണ്ട് ഓടി വല്ല പുരാവസ്തു വിദഗ്ധരും ശേഖരണത്തിൽ കൊണ്ടുവെക്കാൻ കളക്ഷന് വേണ്ടി എടുത്തായിരിക്കും. ഓ, ചിലപ്പോൾ അതായിരിക്കും. ഓക്കെ, എന്തായാലും കൊടുത്തോട്ടം പാസ്റ്റർ സംസാരിച്ചോളൂ മുഹമ്മദുമായിട്ട്. ഇല്ല, ഞാൻ അല്പം ഭക്ഷണം കഴിക്കാൻ മാറി, പോരാ. ഓക്കെ ഓക്കെ. ലൈജു പാസ്റ്റർ എന്തോ ചോദിക്കാൻ ലൈജു പാസ്റ്റർ ഗോ അഹെഡ്. പറഞ്ഞല്ലോ. ലൈജു. അല്ല, ഞാൻ ഈ രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമാണ് മുഹമ്മദ് സംസാരിക്കുള്ളൂ. അത് ഈ മുഹമ്മദിന്റെ നിങ്ങളുടെ പ്രവാചകനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമുണ്ടോ? പ്രവാചകന് എന്താ ഇപ്പൊ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നല്ല ഇത്രയും ലോകം കണ്ട ഒരു നല്ല മനുഷ്യൻ വേറെ ഇല്ല. ഈ നമ്മുടെ ഈ ഗ്രൂപ്പുകളിലൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ ആ നിലയിൽ ഒരു ക്ലീശ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല. ഞാൻ വേറൊരു കാര്യം മുഹമ്മദിനോട് ചോദിക്കട്ടെ. നമ്മുടെ ഈ ഇന്ത്യയിലുള്ളൊരു മനുഷ്യനായിരുന്നു ഈ സത്യസായി ബാബ. ഈ സത്യസായി ബാബയിൽ നിന്ന് മുഹമ്മദിനെ വ്യത്യസ്തമാക്കുന്ന ഒരു 5 കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? സത്യസായി ബാബയേക്കാൾ ശ്രേഷ്ഠനാണ് മുഹമ്മദ്. സത്യസായി ബാബ ആത്മീയതയിൽ മാത്രം മുഴുകിയ ഒരു മനുഷ്യനാണ്. എന്നാ മുഹമ്മദ് നബി ലോകത്തിന് മൊത്തം എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കേണ്ടത് എന്ന് ജീവിച്ച് കാണിച്ച് മരിച്ച മനുഷ്യനാണ്. ഓക്കെ, ഒരു ഉദാഹരണം പറയോ ജീവിച്ച് കാണിച്ചത് എന്താണ്? എന്റെ മതം എനിക്ക്, നിന്റെ മതം നിനക്ക് എന്ന് പറഞ്ഞ അതിനെക്കാട്ടിലും വലിയ എക്സാമ്പിൾ ഈ ലോകത്ത് വേറെ ഇല്ല. താങ്കൾ പറയൂ ജീവിച്ച് കാണിച്ച മാതൃക ഒരെണ്ണം പറയാവോ? അതന്നെ, എന്റെ മതം എനിക്ക്, നിന്റെ മതം നിനക്ക് എന്ന് തെളിവ് പറഞ്ഞതിനെക്കാട്ടിലും കാണിച്ചു തരുമോ? ഖുറാനിൽ തന്നെ ഉണ്ടല്ല. നിനക്കും വലിയ ദീനാണോ? അതെ, എന്തോ അത് ആര് പറഞ്ഞതാ? മുഹമ്മദ് നബി പറഞ്ഞാണ്. ഓക്കെ, അപ്പൊ ഖുറാൻ മുഹമ്മദ് നബിയുടെ വചനമാണെന്ന് താങ്കൾ ഉറപ്പിച്ചല്ലോ. ഓ, ഇനി അവിടെ എന്തെങ്കിലും ഒരു ചോദ്യം, ഇത് മുഹമ്മദ് പറഞ്ഞാണ് അള്ളാഹു കേൾക്കൂ. അല്ല മുഹമ്മദേ, ഓരോ ആ ചോദ്യങ്ങൾക്ക് താങ്കൾ ഉത്തരം പറഞ്ഞ ഈ പറയുമ്പോ വാക്യം അള്ളാഹു പറഞ്ഞതാണോ മുഹമ്മദ് പറഞ്ഞതാണോ? നിങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോ 2 പ്രാവശ്യം ആലോചിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ അത് അതിന് വേണം, തിരിച്ച് ഡെഫിനറ്റ്ലി വേണം. ഞങ്ങൾ അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് താങ്കൾക്ക് തരാൻ ഒരു തെളിവുണ്ടെങ്കിൽ ഒരു ചോദിച്ചാൽ ടങ്സ്ലിപ്പ് ഉത്തരം പറ. പോലും ഈ വെക്കാൻ പാടില്ല. ലക്കും ദീനുക്കും അള്ളാഹുവിന്റെ വലീദീൻ, ലക്കും ദീനുക്കും വലീദീൻ എന്ന് പറഞ്ഞത് അള്ളാഹു ആണോ മുഹമ്മദ് ആണോ? അള്ളാഹുവിന്റെ വചനം മുഹമ്മദിലൂടെ ഞങ്ങൾക്ക് എത്തി. ഓക്കെ, അപ്പൊ അത് മുഹമ്മദ് അല്ലല്ലോ പറഞ്ഞത്, അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. അത് അള്ളാഹു പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ അള്ളാഹുവിന്റെ മതം അള്ളാഹു ആണ് പറഞ്ഞത്, നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം എന്ന്. ഓക്കെ, അല്ലാതെ മുഹമ്മദ് അല്ല പറഞ്ഞത്. ഇനി അടുത്ത കാര്യം പോരട്ടെ. അല്ല, അതിനു മുമ്പ് ഒരു ചോദ്യമുണ്ട് ജെന്റിൽമാൻ, അതിനു മുമ്പ് ഒരു ഉപചോദ്യമുണ്ട്. ഈ മുഹമ്മദ് ഇപ്പോൾ സഹോദരൻ പറഞ്ഞൊരു കാര്യം, താങ്കളുടെ പ്രവാചകന്റെ ജീവിതചര്യകൾ എല്ലാ കാലത്തും മാതൃകാപരമായി ജീവിക്കാൻ പറ്റുന്നതാണെന്നൊരു വാക്ക് അങ്ങ് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അത് ഈ കണ്ടീഷൻസ് അപ്ലൈ ഉള്ളൊരു ഒരു 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 ടാഗ് അതിന്റെ താഴെ ഉണ്ടോ? ഒറ്റ സെന്റൻസ്, പുള്ളി ഒരു മാതൃകയും പറഞ്ഞില്ലല്ലോ. പുള്ളി പറയട്ടെ ഏത് മാതൃകയാണ് എല്ലാവർക്കും പിൻപറ്റാൻ പറ്റുന്ന ഒരു മാതൃക എന്ന് പുള്ളി പറയട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തില് അദ്ദേഹം കാണിച്ചു ഏത് മാതൃക? കരുണയും സ്നേഹവും. മുഹമ്മദ് കാണിച്ച ഒരു 5 കാരുണ്യം പറയാവോ? 5 വയസ്സും 8 മാസവും പ്രായവുമായ കുഞ്ഞിനെ കല്യാണം കഴിച്ചതാണോ? അതോ വളർത്തുപുത്രന്റെ ഭാര്യയെ കല്യാണം കഴിച്ചതാണോ? അതോ ജിഹാദ് പോയിട്ട് കാഫിറുകളെ കൊല്ലുക എന്ന് പഠിപ്പിച്ചതാണോ? ഏതാണ് ഞങ്ങൾ കാരുണ്യമായിട്ട് കാണേണ്ടത്? അല്ല, ഞാനെന്താ ആലോചിക്കണത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയാ, നിങ്ങൾ ഈ പറയണ ഈ കാര്യം ഉണ്ടല്ലോ, ഇതിനോട് എനിക്ക് നിങ്ങളോടൊരു എന്താ പറയാ, ഒരു ഇത് തോന്നണമെന്നേ ഉള്ളൂ, ഒരു പുച്ഛം തോന്നണമെന്നേ ഉള്ളൂ. ഞങ്ങൾക്കും അതൊക്കെ തന്നെ തോന്നുള്ളൂ മുഹമ്മദ്. പക്ഷെ ഞങ്ങൾ പുച്ഛം കാണിക്കാറില്ല, കാരണം ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഞങ്ങൾക്ക് പറയാനൊരു പ്രത്യയശാസ്ത്രമുണ്ട്. വ്യക്തികളോട് ഞങ്ങൾക്ക് പുച്ഛം തോന്നാറില്ല, പ്രത്യയശാസ്ത്രത്തോടെ പുച്ഛം തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് താങ്കൾ പറയൂ, താങ്കൾക്ക് പറയാനുള്ള ഒരു മാതൃക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? 5 വയസ്സും 8 മാസവും പ്രായമായ കുട്ടിയെ കല്യാണം കഴിച്ചത് മാതൃകയാണോ? നിങ്ങൾ പഠിക്കൂ, നിങ്ങൾ പഠിച്ചിട്ട് ഞങ്ങൾ പഠിച്ചതാണ്. താങ്കൾ പറയൂ, 5 വയസ്സും 8 മാസവും പ്രായമുള്ള കുഞ്ഞിനെ കല്യാണം കഴിച്ചത് മാതൃകയാണോ? ഏറ്റവും കൂടുതൽ മുഹമ്മദ് നബിയുടെ ജീവിതത്തിലെ കാര്യങ്ങള് ഹദീസായിട്ടും ഇതായിട്ടും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത ആരാധന? എന്ത് ആ ചോദ്യത്തിന്റെ ഉദ്ദേശശുദ്ധി എനിക്ക് മനസ്സിലായില്ല. എന്തായാലും പറഞ്ഞുതരാം. ആയിഷയാണ്, ഉമറാണ്.
ഓക്കെ, ഇനി അവിടെ വെയിറ്റ് ചെയ്യൂ. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായിട്ട് ഉത്തരം തന്നു കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം ചോദിക്കാം. എന്തുകൊണ്ടാണ് മുഹമ്മദ് കാണിച്ചു തന്ന മാതൃകയിൽ സ്ത്രീകളും പട്ടികളും കഴുതകളും ഒരു പ്രാർത്ഥന നസ്കാക്കുന്നു, ഇല്ലാതാക്കുന്നു എന്ന് മുഹമ്മദ് പറയാനുള്ള കാരണം എന്താ? ഇത് അള്ളാഹുവിന്റെ വചനമല്ല, ഇത് ഹദീസിലെ മുഹമ്മദിന്റെ വചനമാണ്. എന്തുകൊണ്ടാണ് ശബരിമലയ്ക്ക് സ്ത്രീകളെ കയറ്റിവിടാത്തത്? അത് ഹിന്ദുക്കളോട് ചോദിക്കണം, അല്ലെങ്കിൽ അതിന്റെ പ്രമാണിമാരോട് ചോദിക്കണം. ഞാൻ ആ മതത്തെ റെപ്രസെന്റ് ഞാൻ ചെയ്യുന്നില്ല. പറഞ്ഞത് താങ്കളോട് ഓരോ വെയിറ്റ് ചെയ്യും. അതെ, മതത്തിന് അതിന്റേതായ ചിട്ടവട്ടങ്ങളും ആചാരങ്ങളും ഒക്കെ. അതാണ് ഞാൻ ചോദിച്ചത്. താങ്കളുടെ ദൈവം അല്ലെങ്കിൽ താങ്കളുടെ പ്രവാചകൻ എന്തിനാണ് സ്ത്രീകളെ നായയോടും കഴുതയോടും ഉപമിച്ചത്? അവർ മൂന്നുപേരും, സ്ത്രീകളും പ്രവാചകൻ നായയും കഴുതയും മുന്നിൽ കൂടെ പോയാൽ എങ്ങനെയാണ് പ്രാർത്ഥന ഇല്ലാതാവുന്നത്? ഇതാണോ താങ്കളുടെ പ്രവാചകൻ കാണിച്ച ഒരു മാതൃക എന്ന് താങ്കൾ പറയുന്നത്? അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞു ഞാൻ കുറെ മാതൃകകൾ, ജീവിതത്തിൽ ജീവിക്കാനുള്ള മാതൃകകൾ കുറെ കാണിച്ചു. ഒരു 5 മാതൃക താങ്കൾക്ക് പറയാമോ? തെളിവ് സഹിതം. ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, മാതൃക മാത്രം, തെളിവ് സഹിതം. താങ്ക് യു. അല്ല, നിങ്ങൾക്കത് പറഞ്ഞാൽ നിങ്ങൾക്കത് കേറൂല. കാരണം നിങ്ങളത് അത് വിമർശിക്കാൻ രണ്ടാമത്തെ കാര്യം. മാത്രമായിട്ട്. കേറുമോ ഇല്ലയോ എന്നുള്ളതല്ല. എനിക്ക് കേറിയില്ലെങ്കിലും ജെന്റിലിന് കേറിയില്ലെങ്കിലും കേറുന്ന കുറെ പേര് താഴത്തിരിക്കുന്നുണ്ട്. താങ്കൾ പറയൂ, 5 മാതൃക റെഫറൻസ് സഹിതം താങ്കൾ പറഞ്ഞോളൂ. നിങ്ങള് കേറുമോ ഇല്ലയോ എന്നുള്ളത് വേറെയാണല്ലോ. അല്ല, അത് സത്യമാണ്. നിങ്ങളുടെ അടുത്ത് ഞാനിനി എന്താ പറയാ, മുഹമ്മദ് നബിയുടെ മുഹമ്മദ് മാതൃകകള് താങ്കൾ പറയൂ, ഒരു മാതൃകകൾ പറയൂ. പറയൂ. പറയട്ടെ. ഓക്കെ, താങ്ക് യു. ഒരു സ്വർണ്ണ ലിപിയിൽ എഴുതി കൊണ്ടുവന്ന് തന്നാലും പറയും അയ്യേ ഇതെന്തോന്ന് പറയും. താങ്കൾ നിങ്ങളോട് പറയൂ, ഒന്നും പറഞ്ഞിട്ട് എന്നിട്ടല്ലേ സ്വർണത്തിൽ എഴുതണോ ചാണകത്തിൽ എഴുതണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുക. താങ്കൾ പറയൂ. അയൽവക്കത്തൊരുത്തൻ പട്ടിണി കിടക്കുന്ന സമയത്ത് എന്റെ വയറ് നിറയൂല എന്ന് പറഞ്ഞത് മുഹമ്മദ് തെളിവ് നബിയാണ്. തരൂ. എപ്പോൾ പറഞ്ഞു, ആരോട് പറഞ്ഞു, എവിടെ പറഞ്ഞു, എവിടെ എഴുതി വെച്ചിരിക്കുന്നു? ഇതൊക്കെ നമ്മുടെ ഉസ്താദ്മാര് പറഞ്ഞു തന്നാണ് ഉസ്താദന്മാര് ഞങ്ങൾക്കൊക്കെ. പറഞ്ഞത്. ഉസ്താദുമാര് മുഹമ്മദിനെ കണ്ടിട്ടില്ലല്ലോ. കണ്ട ആൾ പറഞ്ഞ, ഉമറോ ആയിഷയോ പറഞ്ഞ തെളിവ് തരും. താങ്കൾ അതാണല്ലോ അംഗീകരിക്കുന്നത്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, തെളിവ് കൊണ്ടുവരൂ. ഓക്കെ, അതുകൊണ്ട് അത് തള്ളി അടുത്തത് പോരട്ടെ. ഇപ്പൊ എല്ലാം തള്ളുമല്ലോ നിങ്ങളിപ്പോ ഇങ്ങനെ ഞാനല്ല, പോയാ. താങ്കളാ തള്ളിയത്. താങ്കൾക്ക് അറിയില്ല, ഏതോ ഉസ്താദ് പറഞ്ഞെന്ന് കഴിഞ്ഞു. ആ ഉസ്താദ് ആരാന്ന് പോലും എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് രേഖകൾ അടക്കം തെളിവ് വേണം. താങ്കൾ നമ്മൾ തരൂ. നമ്മള് പഠിച്ചിട്ടുള്ളത് ഇതൊക്കെ ആണ്. താങ്കൾ പഠിച്ചിട്ടുണ്ടോ? ഭൂമി ഉരുണ്ടിട്ടാന്ന് പഠിച്ചിട്ടുണ്ടോ? ഭൂമി ഉരുണ്ടിട്ടാണെന്ന് നമ്മള് സയൻസിൽ പഠിച്ചിട്ടുണ്ടല്ലോ. സൂര്യൻ അസ്തമിക്കുമെന്ന് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പഠിച്ചിട്ടില്ല. അപ്പൊ സൂര്യൻ അസ്തമിക്കുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ല. സൂര്യൻ അസ്തമിക്കുന്ന എവിടെയാന്ന് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. ഇല്ല. സൂര്യൻ ഉദിക്കുന്ന എവിടെയാന്ന് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. ഓക്കെ, താങ്കൾ ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ സൂര്യൻ കിഴക്ക് ഗവൺമെന്റ്. ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കും, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സെറ്റ്സ് ഇൻ ദ വെസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടില്ല അല്ലേ? ഇല്ല. ഇല്ല. ഓക്കെ, താങ്ക് യു. എന്നാൽ താങ്കളുടെ ഖുർആൻ പ്രകാരം സൂര്യൻ രാത്രി പോകുന്നത് എവിടേക്കാണ്? സയൻസ് ഇട്ടപ്പോ ഖുറാനിൽ അല്ല, താങ്കളുടെ ഖുർആൻ പ്രകാരം സൂര്യൻ രാത്രി പോകുന്നത് എവിടേക്കാണ്? സൂര്യൻ ഇപ്പൊ എവിടെയെങ്കിലൊക്കെ പോട്ടെ, നമുക്ക് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. താങ്കൾക്ക് സയൻസിനെ പറ്റി അറിയത്തില്ല, ഖുർആനെ പറ്റി അറിയത്തില്ല. പക്ഷെ താങ്കൾ എന്നാ മാതൃക എങ്കിലും പറയും. നമ്മള് പഠിച്ചു വന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മാതൃക പറയൂ, പഠിച്ച മാതൃകകൾ പറയൂ പ്ലീസ്. നിങ്ങൾക്ക് മുഹമ്മദ് നബിയുടെ ജീവിതത്തെ കുറിച്ച് ഒന്നും ഒരു ചുക്കും അറിയൂല. അറിയില്ല, അതുകൊണ്ടല്ലേ താങ്കളോട് ചോദിക്കുന്നേ. താങ്കൾക്ക് അറിയാമല്ലോ, താങ്കൾ പറയൂ. ഒരു 10 മാതൃകകൾ, 5 മാതൃകകൾ പറയൂ പ്ലീസ്. വയ്യാവേലി പറയുമായിരിക്കും. നിങ്ങൾ ജെന്നിഫർ ഒരു അതിന് മിനിറ്റ്. ഞാൻ ജെന്നിഫർ, ഈ കേട്ടോ. മുഹമ്മദ് മുഹമ്മദ് സഹോദരൻ, നബിയുടെ ജീവിതം തന്നെയാണ്. അല്ല, അങ്ങനെയല്ല, ഞാൻ വേറെ രീതിയിൽ ഒരു ചെറിയ ചോദ്യമാണ്, വളരെ പെട്ടെന്ന് ഉത്തരം പറയാവുന്നേ ഉള്ളൂ. അതായത് അങ്ങ് പറഞ്ഞു അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് മാതൃകയാക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും ചുരുങ്ങിയത് ആ വിവാഹ ജീവിതമെങ്കിലും നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്നതാണോ? ഇന്ത്യയില് ഇന്നത്തെ കാലഘട്ടത്തിൽ പറ്റുന്ന ഒരു കാര്യമാണോ അത്? എന്തോന്നടേ വയ്യാവേലി, എന്റെ പ്രൊഫൈലൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ടോണ്ട് നടക്കണത്. നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ ചോദിച്ചത് കേട്ടില്ലായിരുന്നോ? അനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ? ഞാൻ എന്നോട് എന്ത് തെറ്റാടേ ചെയ്തത്? സോറി അല്ല, നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ഇട്ടേക്കുന്നത്. ഇങ്ങനെ നാണം കെടുത്താവടെ? എന്റെ ഫോട്ടോ ആടെ ഞാൻ AI എടുത്താടെ ഇത്. എന്നെ കൊല്ലടേ ഇതിനെക്കാട്ടിലും നല്ല. ഞാൻ ഒരു കത്തി എടുത്ത് തരാം.
നമ്മളോടൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഉം. അത് പോട്ടെ മോനെ, ഞാൻ ചോദിച്ചു കേട്ടായിരുന്നു. നമുക്ക് അതുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും ഇന്നത്തെ താങ്കൾ അതെ പറഞ്ഞതാണ് അത്, താങ്കൾ പറഞ്ഞതാണ് പുള്ളി ഇന്നത്തെ ഉത്തരം ചെയ്യുന്നത്. കാലഘട്ടത്തിൽ നമുക്ക് അദ്ദേഹത്തിന്റെ ആ വിവാഹ ജീവിതം പോലും അനുകരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കാം? അത് അന്നത്തെ കാലത്തിന് മാത്രം ഉള്ളതായിരുന്നു? എങ്ങനെയാ അത് മനസ്സിലാക്കേണ്ടത്? അല്ല, അദ്ദേഹത്തിനായിട്ട് കുറച്ച് സുന്നത്തുകൾ ഉണ്ട്. ഞാൻ ചോദിച്ചതല്ല, മാറ്റിയിട്ടുണ്ട്. വലിയ മാതൃകയാണെന്ന് അങ്ങ് പറഞ്ഞു. ഞാൻ ചോദിച്ച അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതം നമുക്ക് ഇന്ന് മാതൃകയാക്കാൻ പറ്റുന്നതാണോ? അല്ല, ഇന്നത്തെ നിയമവ്യവസ്ഥയിൽ പറ്റുന്നതല്ല. അപ്പൊ അങ്ങ് പറഞ്ഞു വൈവാഹിക ജീവിതം. ഞാൻ പറയുന്നത് ചെറിയൊരു പോയിന്റ് ആണ്. അപ്പൊ അങ്ങ് ആദ്യം ഒറ്റ വാക്കി പറഞ്ഞു അദ്ദേഹം എക്കാലത്തെയും ഒരു മാതൃകയാണെന്ന് പറഞ്ഞു. അപ്പൊ എവിടെയായിരിക്കും അദ്ദേഹത്തിന് പിഴവ് പറ്റിയത്? അല്ല, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളിലെല്ലാം അതിലൊരു കാരണവും കാര്യവും ഉണ്ട്. അത് നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കൂ. എന്നാൽ ഞാനൊരു ഈ മുഹമ്മദിനേക്കാൾ ഈ സായിബാബയെ ശ്രേഷ്ഠനാക്കുന്ന ഒരു 5 കാര്യം എന്റെ നിരീക്ഷണം ഞാൻ അങ്ങോട്ട് പറയട്ടെ. എന്നാ ഒന്ന് പറയൂ, കേൾക്കട്ടെ. സായിബാബ പീഡന കേസുകളിൽ പ്രതിയായെങ്കിലും താൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്നോ അത് തനിക്ക് മറ്റൊരു നിയോഗം കൊണ്ട് താൻ ചെയ്തതാണെന്ന് ഒരിടത്തും വാദിച്ചിട്ടില്ല. അത് കോടതിയിൽ കേസ് പോലെ പോവുകയായിരുന്നു. അത് അനുയായികൾക്കൊരു മാതൃകയാകുന്ന രീതിയിലോ തനിക്ക് ഒരു ദൈവിക വെളിപ്പാട് ഉണ്ടായതുകൊണ്ടാണ് താൻ ഇതൊക്കെ ചെയ്തതെന്നൊന്നും അവകാശപ്പെട്ടിട്ടില്ല. ആ നിലയിൽ സായിബാബ ഒരു മാതൃകയാണ്. കാരണം അദ്ദേഹം പീഡന കേസിലൊക്കെ പെട്ടിട്ടുണ്ട്, ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും തന്റെ വിശ്വാസം സ്വീകരിക്കാത്തവരെ കൊന്നുകളയണമെന്ന് ഒരിടത്തും പറഞ്ഞതായിട്ട് ആർക്കും അറിയത്തില്ല. താൻ ഒരിക്കലും ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ വഴിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തട്ടിക്കളയണമെന്ന് പറഞ്ഞതായിട്ട് ആർക്കും അറിയത്തില്ല. സായിബാബ ഒരിക്കലും മരുമകന്റെ ഭാര്യയെ മോഹിച്ചതായിട്ട് നമുക്ക് ഒരിടത്തും കാണാൻ പറ്റത്തില്ല. ഈ കാര്യങ്ങൾ കൊണ്ട് മുഹമ്മദിനേക്കാൾ എന്തുകൊണ്ട് ശ്രേഷ്ഠനായിട്ട് എനിക്ക് സായിബാബയെ തോന്നുന്നത്? അങ്ങേക്ക് വിരുദ്ധാഭിപ്രായം ഉണ്ടോ? അല്ല, അതിപ്പോ ഓരോ ആൾക്കാരെ നമ്മൾ നോക്കിക്കാണുന്ന ഒരു വ്യൂ ആണ്. ഇപ്പൊ എന്റെ നോട്ടത്തില് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനും മഹാനായ വ്യക്തി മുഹമ്മദ് അല്ല നബി സാറേ, തന്നെയാണ്. അത് ആയിക്കോട്ടെ. പക്ഷെ നമ്മുടെ ആ അല്ല, പെർസ്പെക്റ്റീവ് അല്ല, അത് അത് താങ്കളുടെ അഭിപ്രായം അല്ലെങ്കിൽ താങ്കളുടെ നിലപാട്. ദാറ്റ്സ് ഓൾ. അല്ല, നമ്മൾ ചർച്ച ചെയ്യുന്ന അങ്ങനെയല്ല സാർ. ഇത് എന്തുകൊണ്ട് ഈ ചർച്ചയ്ക്ക് വരുന്നതെന്നറിയോ? ഇപ്പോ അങ്ങ് മുഹമ്മദിനെ ആ മനുഷ്യൻ മുന്നോട്ട് വെച്ച ചിന്താഗതിയെയും വ്യക്തിപരമായി സ്വീകരിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അതിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠമാണെന്നും ഞാൻ ഉൾപ്പെടെയുള്ള മറ്റ് സമൂഹക്കാർ അത് അംഗീകരിക്കണമെന്നും മാനവരിൽ മഹോന്നതന്റെ പാത പിന്തുടരണമെന്നും ആഹ്വാനം മുഴങ്ങുമ്പോൾ താങ്കൾ അതിന്റെ ഒരു വക്താവായിട്ട് നിലനിൽക്കുകയാണ്. അല്ലെങ്കിൽ താങ്കൾ ഇങ്ങനെ ഒരു ഇടത്ത് ഒരിക്കലും കാണേണ്ടതല്ല. താങ്കളുടെ മതബോധ്യം താങ്കളുടെ സ്വകാര്യതയാണെങ്കിൽ ഇതുപോലെ ഒരിടത്ത് ഒരിക്കലും താങ്കളെ കാണാൻ കഴിയില്ല. താങ്കളുടെ വീട്ടിൽ താങ്കളുടെ സ്വകാര്യതയിൽ താങ്കൾ ഇരുന്നേനെ. അപ്പൊ ഇതുപോലൊരു ചർച്ച ചെയ്യുന്ന ഇടത്ത് താങ്കൾ വന്നപ്പോൾ നിശ്ചയമായിട്ടും താങ്കളുടെ വിശ്വാസത്തിന്റെ പ്രചാരകനായി താങ്കൾ നിലനിൽക്കുകയാണ്. ഞാൻ എന്റെ കാര്യം പറയുന്നു. ഞാൻ എന്റെ വിശ്വാസത്തിന്റെ ഒരു പ്രചാരകൻ കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പൊതുവിടത്ത് നിൽക്കുന്നത്. അപ്പോൾ അല്ല, ധാർമ്മികമായിട്ട് ഇപ്പൊ ക്രിസ്തു ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു ദൈവമല്ല മനുഷ്യനാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്തു മണ്ണ് കുഴച്ച് സ്ത്രീയുടെ കണ്ണ് പുരട്ടി, കണ്ണില ചെവിയിലവിടെ പുരട്ടി ഇത് ഇതുണ്ടാക്കി. വിഷയം മാറ്റല്ലേ, വിഷയം അല്ല മാറ്റിക്കൊണ്ട് അല്ല ഞാൻ പോവല്ലേ. പറയട്ടെ ഇല്ലില്ല, അതും പറയരുത്, ഇല്ലില്ല, പറയാൻ സമ്മതിക്കില്ല. ആ നിലപാടുകളെ പറയാൻ വിഷയം മാറ്റാൻ എനിക്ക് സമ്മതിക്കില്ല. എതിർപ്പുണ്ടാവും. വിഷയം മാറ്റാൻ സമ്മതിക്കില്ല. ഇവിടെ ചോദിച്ച ചോദ്യം എന്താണ്, അതിന് ഉത്തരം അല്ല, പറയൂ. ആ നിലപാടുകളോട് എനിക്ക് എതിർപ്പുണ്ടാവും. ആ നിലപാടാണ്, അതേ നിലപാടേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. ലൈജു പാസ്റ്റർ ചോദിച്ചു, അതിന് ഉത്തരം പറയൂ. ലൈജു പാസ്റ്റർ ചോദിച്ചു, നിങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യം. ലൈജു പാസ്റ്റർ 5 കാര്യം പറഞ്ഞു. ഒരു മിനിറ്റ്, ഒന്ന് മ്യൂട്ട് ചെയ്യൂ. നല്ല ചർച്ച നടക്കാം. പക്ഷേ നിങ്ങളുടെ ഈ ഡൈവേർഷൻ ടാക്ടിക്കും നിങ്ങൾ കുറെ കാര്യങ്ങൾ തലയിൽ ഇങ്ങനെ നിങ്ങൾ വെച്ചിട്ടുണ്ട്. അത് അൺലോഡ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. തിരിച്ചങ്ങോട്ട് തന്നെ ലോഡ് ഇട്ട് കൊടുക്കും. ഓക്കെ, ലൈജു പാസ്റ്റർ പറഞ്ഞു സായിബാബയുടെ 5 കാര്യങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും മാതൃകയാക്കാൻ അയാൾ പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്തതെല്ലാം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല.
ഇങ്ങനെ ലോകത്തിനെ നശിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യനെ നിങ്ങൾ പറയുന്നു ബെസ്റ്റ് ആളാണ്, ഏറ്റവും നല്ല മാതൃകയാണെന്ന്. അത് ഏതെങ്കിലും മാതൃകയാക്കാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചപ്പോൾ അതൊരൊറ്റ എണ്ണം പറയാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിലേക്കോ ബൈബിളിലേക്കോ ചാടിക്കയറി പിടിക്കണ്ട. ഇപ്പോ ഈ ചോദ്യങ്ങൾക്കൊന്ന് നല്ലൊരു ഉത്തരം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോവുക. ലൈജു പാസ്റ്റർ ഒരിക്കൽ കൂടി ചോദിക്കൂ. അല്ല ഞാൻ ഒരു ചോദ്യം ഗു- കേട്ടു. ഒരു ഗുണ ഒരു ഗുണം കൂടെ ചോദ്യം ഞാൻ പറയാം കേട്ടോ. അങ്ങ് ചോദ്യം പറഞ്ഞു, അങ്ങാണോ, ഒരു മിനിറ്റ് മുഹമ്മദ് ബ്രദറെ, അങ്ങാണോ അത് അങ്ങയുടെ ഏതെങ്കിലും ഒരു സഹോദരനാണോ എന്ന് അറിയത്തില്ല. ആദ്യം പറഞ്ഞു അയൽവക്കത്തെ 40 വീടുകളോളം പോയി അവര് പട്ടിണിയിലാണോ എന്ന് അന്വേഷിച്ചിട്ട് വന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാനെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു സമയം ഭക്ഷണം കഴിക്കുന്നത് ഈ പറയുന്ന സായിബാബ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ആ കേന്ദ്രത്തിലാണ്. അയാൾ അത്രയും ഉദാരമതിയാണ്. 40 പേരെന്ന് പറയുന്ന ആ പ്രായോഗികത നടക്കുന്നതായിട്ട് എന്റെ അറിവിലില്ല. താങ്കൾ പോയോ? ഇദ്ദേഹത്തെ കാണുന്നില്ല, പോയെന്ന് തോന്നുന്നു. ദൈവമേ, അത് ബ്രദറെ പുട്ടപുറത്തേക്ക് പോയോ? കൊറേ ആ അതെ അതെ പുട്ടവർത്തിക്ക് പറഞ്ഞതാണ്. അത് ബ്രദറെ, ശരിക്കും ഒരു ചോദ്യം വന്നു കഴിയുമ്പം ഇവര് ഉടനെ ബൈബിളിലേക്കും യേശുവിലേക്കും, യേശു മണ്ണ് ഒഴിച്ച് സ്ത്രീയുടെ കണ്ണിൽ തേച്ചെന്നൊക്കെ പറഞ്ഞു. ഇത് തന്നെയല്ലേ ഇവിടെ മെഹർഷി ചെയ്തതും? ഇവരൊക്കെ ഇത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ ദേ ആർ. വയ്യാവേലി ബ്രദറെ, അതിനിടയ്ക്ക് മറ്റേതൊന്നുകൂടെ കേൾപ്പിക്കാൻ സമയമായെന്ന് തോന്നുന്നു. ചാക്കോ പാസ്റ്ററും വർഗീസ് പാസ്റ്ററും ഒക്കെ വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഞാൻ എടുത്തോണ്ടല്ലോ. പ്രൈസ് ലോർഡ് ചാക്കോ പാസ്റ്റർ, വർഗീസ് പാസ്റ്റർ, രജു പാസ്റ്റർ, എല്ലാവർക്കും പുതിയതാണ്, പുതിയ സാധനമാണ്. പുതിയൊരു ഉസ്താദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹത്തെ ആക്ഷേപിക്കപ്പെട്ടാൽ നമുക്ക് ഇതിൽ ബേജാറുണ്ട്. പക്ഷെ ആ വിഷയം നമ്മൾ പഠിക്കണം. ഒരു ആക്ഷേപത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ 3 കാര്യമാണ് പഠിക്കേണ്ടത്. ഏത് ആക്ഷേപമാണെങ്കിലും. ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്തു നിങ്ങൾ പറഞ്ഞു കേട്ടു എന്ന് വിചാരിച്ചോളി, ഞാൻ എന്താ വേണ്ടത് ചെയ്തു എന്ന്. എന്നാൽ 3 കാര്യമാണ് പഠിക്കാനുള്ളത്. 1, ഏത് സാഹചര്യത്തിലായിരുന്നു അയാൾ അത് ചെയ്തത്. 2, എന്തിനു വേണ്ടിയായിരുന്നു അത് ചെയ്തത്. 3, അത് ചെയ്തിട്ട് എന്താ ഇവിടെ ഉണ്ടായത്. 3 കാര്യമാണ് പഠിക്കാനുള്ളത്. 1, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് പഠിക്കണം. 2, അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പഠിക്കണം. 3, അതിൻ്റെ അനന്തര ഫലം എന്തായിരുന്നു എന്ന് പഠിക്കണം. സാന്ദർഭികമായ ഒരു വിഷയം എന്ന നിലയിൽ ഞാനിത് പറയാം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ 6ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചതിന്റെ സാഹചര്യം എന്താണ്, പശ്ചാത്തലം എന്താണ്? സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നേരിട്ട് കുടുംബ ബന്ധമുള്ള ആളല്ല. നബിന്റെ വല്ലിപ്പാരിൽ മുറത്ത് എന്നവരിലേക്കാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പരമ്പര ചെന്നുമുട്ടുക. ഹാഷിമിലേക്കും മുത്തലിബിലേക്കും ചെന്നുമുട്ടൂല. അതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന് നബി കുടുംബത്തിൽ പെടാൻ എനിക്ക് എന്താണ് വഴി എന്ന ഒരു ആലോചനയുണ്ടായിരുന്നു. അതിന് 2 വഴിയാണുള്ളത്. ഒന്നുകിൽ നബി തങ്ങളുടെ മകളെ അങ്ങോട്ട് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ എൻ്റെ മോളെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കണം. 2 വഴിയേ ഉള്ളൂ. ഇതിലേതെങ്കിലും ഒന്ന് നടക്കണം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹക്ക് 5ാമത്തെ വയസ്സിൽ തന്നെ കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തുന്നും പറയില്ല, നടത്തൂല എന്നും പറയില്ല. നടത്തൂല എന്ന് പറയുകയാണെങ്കിൽ അതൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നടത്തുന്നു പറയുകയാണെങ്കിൽ രണ്ടും പറയില്ല. എന്താ കാരണം? കൽബിൽ വേറൊരു ആഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് കാരണം. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ വന്നു. സിറ്റ് ഔട്ടിലിരുന്നു. സിറ്റ് ഔട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. സിറ്റ് ഔട്ടിലിരുന്നു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിന് അകത്ത് പോയിട്ട് ഒരു പളുങ്കു പാത്രം എടുത്തു, ഒരു കുപ്പിന്റെ ഒരു ചില്ലിന്റെ പിഞ്ഞാണെടുത്തു. അതിൽ 2 പൂവുകൾ വെച്ചു. എന്നിട്ട് ആയിഷ ബിബി റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, പൂമുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നുണ്ട്, ഈ പാത്രമായിട്ടൊന്ന് പോയിട്ട് ഇഷ്ടപ്പെട്ടാൽ പൂവെടുക്കാൻ പറയണം എന്ന് പറഞ്ഞു. ആയിഷ ബിബിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ആയിഷ ബിബി ആ പ്ലേറ്റായിട്ട് ചെന്നു. വാപ്പ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പൂവെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. നബി തങ്ങൾക്ക് മനസ്സിലായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്നൊരു പൂവെടുത്തിട്ട് പറഞ്ഞു, ഇഷ്ടപ്പെട്ടു എന്ന് വാപ്പാട് പറഞ്ഞാലാന്ന് പറഞ്ഞു. പെണ്ണ് കാണലുമായി, കല്യാണ നിശ്ചയമായി, പിന്നെ നിക്കാഹും നടന്നു 6ാമത്തെ വയസ്സിൽ. ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹക്ക് 6ാമത്തെ വയസ്സിലല്ല 5ാമത്തെ വയസ്സിൽ കല്യാണം വരൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പശ്ചാത്തലം അന്ന് അങ്ങനെ പതിവുണ്ട് എന്ന് മനസ്സിലാക്കാം. അന്ന് 4ലും 5ലും 6ലും ഒക്കെ വിവാഹം കഴിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അധികം വയസ്സൊന്നും ആയിട്ടുണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് എന്നെ കണ്ടറിയാം. എന്റെ ചെറുപ്പത്തിൽ 12 വയസ്സുള്ള കുട്ടിനെ കെട്ടിച്ച എനിക്ക് ഓർമ്മയുണ്ട്. 11 വയസ്സ് ഓർമ്മയുണ്ട്. ആ 11 വയസ്സുള്ള കുട്ടിനെ കെട്ടിയൊക്കെ പൊട്ടന്മാരായിരുന്നു. ഇന്നിപ്പോ 18 വയസ്സായല്ലോ, എല്ലാവരും 18 വയസ്സിൽ കല്യാണം കഴിക്കണം. കുറച്ചു കാലം കഴിഞ്ഞിട്ട് 25 വയസ്സായി എന്ന് തീരുമാനം വന്നാലേ 18 കെട്ടിയവരൊക്കെ പിരാന്തന്മാരാവോ? ഞാൻ അതിന്റെ പുറമെ നബി തങ്ങൾക്ക് പിരാന്താണ് എന്ന് പറഞ്ഞ ആൾക്കാർ മക്കത്തുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ വരെ അത് എടുത്തു ധരിച്ചിട്ടുണ്ട്. ഇന്നക മജ്നൂൻ എന്നവർ പറഞ്ഞിരുന്നു. എന്നാൽ അവർ പോലും ആയിഷ ബീവിനെ കല്യാണം കഴിച്ചത് ശരിയായില്ല എന്ന് അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് അന്നത്തെ സാഹചര്യം അങ്ങനെ കല്യാണം നടക്കുന്ന സാഹചര്യമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതാണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം. രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, എന്തിനായിരുന്നു ഇപ്പൊ ഈ 6 വയസ്സുള്ള കുട്ടിനെ കെട്ടിയത്? എന്ത് ആവശ്യത്തിനായിരുന്നു? ആവശ്യം അവിടെ നടക്കൂലല്ലോ, പിന്നെ എന്തിനായിരുന്നു ഈ കെട്ടിയത് എന്നാണ് രണ്ടാമത് ആലോചിക്കേണ്ടത്.
ഞാൻ കുറച്ച് രസത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവുള്ളൂ. ശരിക്കും ഇപ്പോൾ കല്യാണം എന്ന് പറഞ്ഞത് എന്തിനാ? രസത്തിനുള്ള പോയി. ഈ കല്യാണം എന്ന് പറഞ്ഞ സംഗതി ഒരു രസത്തിനുള്ള പരിപാടിയാണല്ലോ. രസം എന്നതിൻ്റെ ചൊറുക്കുള്ള മലയാള വാക്ക് ആനന്ദം എന്നാണ്. രസം എന്നുള്ളതിൻ്റെ ചൊറുക്കുള്ള മലയാള വാക്കാണ് ആനന്ദം. അപ്പോൾ വിവാഹം ആനന്ദത്തിന് വേണ്ടിയാണ്. ആനന്ദത്തിന് ധാരാളം വഴികളുണ്ട്. പ്രധാനപ്പെട്ട 15 വഴികൾ ആനന്ദത്തിനുണ്ട് എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി ഗുളിക കുടിക്കലാണ്. അതായത് വൈകുന്നേരം വരെ കന്നൂട്ടാൻ പോയി, അങ്ങനെ വൈകുന്നേരം കന്നൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ശരീരമൊക്കെ ആകെ വേദന ആവുന്നുണ്ട്, വല്ലാതെ വിഷമുണ്ടെങ്കിൽ ഒരു പാരസിറ്റാമോൾ ഗുളിക കുടിച്ചാൽ നല്ല ഉഷാർ കിട്ടും. എന്താ കാര്യം? പാരസിറ്റാമോൾ ഗുളികയിൽ ആനന്ദത്തിന്റെ ഹോർമോൺ ഉണ്ട് എന്നതാണ് അതിന്റെ കാരണം. അപ്പോൾ ഒന്ന് ഗുളിക കുടിച്ചാൽ കിട്ടും ആനന്ദം. വേറെ ആനന്ദം കിട്ടുന്ന ഒരു സംഗതിയുണ്ട്, ശാരീരിക ബന്ധമാണ്, ലൈംഗികതയാണ്. ഇണചേരൽ ആനന്ദത്തിന്റെ വേറൊരു വഴിയാണ്. ഇന്ന് ലോകത്ത് ഉള്ളവരിലെ ഏറ്റവും ആധുനികനായ ലൈംഗിക ഫിലോസഫറായി, ലൈംഗികതയുടെ ആചാര്യനായി അറിയപ്പെടുന്ന ആൾ ഓഷോ രജനീഷ് എന്ന് പറയുന്ന ആളാണ്. ഓഷോന്റെ ഫോട്ടോകൾ കണ്ടിട്ടുണ്ടാവും. അലാക്കിന്റെ ഒരു താടിക്കാരൻ. ചില ബുക്കിന്റെ ഒക്കെ പുറംചട്ടം ഉണ്ടാവും, നോട്ട് പുസ്തകത്തിന്റെ ചട്ടമൊക്കെ ഉണ്ടാവും. ഓഷോന്റെ ഫോട്ടോ. ഓഷോ രജനീഷാണ് ലൈംഗികതയുടെ ഏറ്റവും ആധുനികനായ ആചാര്യൻ. ഓഷോ രജനീഷിന് പാടുന്ന ഹൃദയം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്തിൽ ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട ആനന്ദങ്ങൾ 2 എണ്ണമാണ്. നല്ല മനസ്സിലാക്കണേ, 2 എണ്ണമാണ്. ഒന്നാമത്തെ ആനന്ദം വിഷയാനന്ദവും, രണ്ടാമത്തെ ആനന്ദം ബ്രഹ്മാനന്ദവുമാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വിഷയാനന്ദം എന്ന് പറഞ്ഞാൽ വിഷയം തന്നെ, ലൈംഗിക ബന്ധത്തെയാണ് വിഷയം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റേ വിഷയം, ഒരു ആനന്ദം കിട്ടുന്നത് വിഷയത്തിലൂടെയാണ്, വിഷയാനന്ദം. രണ്ടാമത്തത് ബ്രഹ്മാനന്ദം. ബ്രഹ്മാനന്ദം എന്നുള്ളത് അറബിയിൽ പറഞ്ഞാൽ മാരിഫത്തിന്റെ ഇൽമ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വിഷയാനന്ദത്തിലൂടെ ലഭ്യമാകുന്ന അതേ ആനന്ദം മാരിഫത്തിന്റെ ഇൽമിലൂടെ ലഭ്യമാകുമെന്ന് ഓഷോ രജനീഷ് സിദ്ധാന്തിക്കുന്നു. ആയത്തും ഹദീസും പറഞ്ഞാലല്ലേ എല്ലാവർക്കും വിശ്വാസമാകത്തുള്ളൂ. ഓഷോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിശ്വാസമാവുമല്ലോ. എന്നാൽ ബ്രഹ്മാനന്ദത്തിലൂടെ, വിഷയാനന്ദത്തിലൂടെ ലഭിക്കുന്ന അതേ ഗുണം ലഭിക്കും, അതേ ആനന്ദം ലഭിക്കുമെന്ന് ഓഷോ രജനീഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2368 ഹദീസുകൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനായിരുന്നു കല്യാണം? നമ്മളുടെയൊക്കെ നാട്ടിൽ ഇഫ്ദ് കോളേജ് ഉണ്ടാവുമല്ലോ. മമ്പറത്ത് ഇഫ്ദ് കോളേജ് ഉണ്ട്, ദാറുൽ ഹുദന്റെ. പലയിടത്തും ഇഫ്ദ് കോളേജ് ഉണ്ടാവും. ഇഫ്ദ് കോളേജിൽ നമ്മൾ 42 വയസ്സുള്ള ഒരു കുട്ടിനെയും കുറിച്ചുകൊണ്ട് ചെന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിന്റെ മൂത്ത ചെറുക്കനാണ്, ഇപ്പം ഇവിടെ ഇഫ്ദിന് ചേർക്കണം എന്ന് പറഞ്ഞാൽ എന്താ കാര്യം ഓല് പറയാം? നടക്കൂലെന്ന് പറയും. എന്തേ? പഠിപ്പിച്ചാൽ പടിയില്ല തന്നെ. എന്തിനാ ആയിഷ ബീവിനെ നിങ്ങൾ കല്യാണം കഴിച്ചത്? മാരിഫത്തിന്റെ ഇൽമിൽ ഒരു ലൈംഗിക രസത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആനന്ദമുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ മാത്രമാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി എന്തിനാണ് കല്യാണം കഴിച്ചത് എന്നതിന്റെ കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടുള്ളൂ. ഇൽമ പഠിപ്പിക്കാനായിരുന്നു. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു നാടൻ ഉദാഹരണം പറയാം. ഒരാൾ മകളെ കെട്ടിച്ചു എന്ന് വിചാരിക്കുക. പുതിയാപ്പിളിയും പുതിയണ്ണും കൂടി നല്ല നിലക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ പെണ്ണിന് തോന്നി മുന്നോട്ട് പോകൂലെന്ന് തോന്നിയാൽ കുട്ടി പെരയിൽ വന്നിട്ട് വാപ്പാട് പറയും, ഇപ്പ ഞാൻ ഇനി കുറച്ചും കൂടി പഠിച്ചാൻ പോവുകയാണ് എന്ന് പറയും. പുതിയാപ്പളിൻ്റെ ഒപ്പം പോയാൽ കിട്ടണ അതേ രസം പഠിച്ചാൻ പോയാൽ കിട്ടും എന്നാണ് ഈ കുട്ടി പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞതല്ല, ഓഷോയും പറയുന്നത് അത് തന്നെയാണ്. ലൈംഗികതയിൽ ഉണ്ടാകുന്ന ആനന്ദം ഇൽമ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തോട് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്കിൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള ആനന്ദം എന്താണ് എന്നതിന്റെ ഉത്തരം ബ്രഹ്മാനന്ദമാകുന്നു എന്നതാണ്. ഇനി മൂന്നാമത്തത് എന്തേ അതുകൊണ്ട് നേട്ടമുണ്ടായി എന്നുള്ളതാണ്. നേട്ടമുണ്ടായത് എന്തായിരിക്കും തിരിയാത്തത്? സ്വഹാബത്തിനിടയിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായാലേ ഓല ആയിഷ ബീവിനോട് പോയിട്ട് ചോദിക്കലായിരുന്നു പതിവ്. ഈ ഉമ്മത്തിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ആദ്യമായി സ്ത്രീകൾക്കിടയിൽ നിന്ന് ഇൽമ പഠിപ്പിച്ച ആള്, പ്രഭാഷണം നടത്തിയ ആൾ സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയായിരുന്നു. ഇനി ഒരു വിഷയം കൂടി അതിൽ മനസ്സിലാക്കണം. ഒരാൾ കുടുങ്ങിയാല്, ഞാൻ കുടുങ്ങി എന്നുള്ള അഭിപ്രായം ആദ്യം വേണ്ടത് കുടുങ്ങിയ ആൾക്കാണ്, അല്ലെങ്കിൽ അയാളെ വാപ്പാക്കാണ് വേണ്ടത്. ഒരു വിഷയത്തിൽ ഒരാൾ കുടുങ്ങി എന്ന് വിചാരിക്കാം, കുടുങ്ങിയ ആൾക്ക് അഭിപ്രായം വേണം ഞാൻ കുടുങ്ങി. ആയിഷ ബീവിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ തമ്മിൽ ഒരു തർക്കം ഉണ്ടായി. ചെലവിന് തരുന്നത് മതിയാവണില്ല എന്നുള്ളതാണ് തർക്കം. തർക്കം കേട്ടിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി വന്നു. എന്താ നബി ഇവിടെ ഒരു തിരക്കും വെക്കാനൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ചെലവിന് കൊടുക്കുന്നത് ഓൽക്ക് മതിയാവണില്ല എന്നാണ് ഓല് പറയണത് എന്ന് പറഞ്ഞു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പകുതി തമാശയും പകുതി കാര്യം കൂട്ടിയിട്ട് പറഞ്ഞു, എന്നാ നബി നിങ്ങൾ ഓലോടൊക്കെ പോയി പണിയൊക്കാൻ വേണ്ടി പറഞ്ഞാലേ നിങ്ങൾ കൊടുക്കണ ചെലവ് മതിയാകണ ഒരുപാട് പെണ്ണുങ്ങൾ അവിടെ വേറെ കിട്ടാണ്ട് എന്ന് പറഞ്ഞേക്കിന് ആയിഷ ബീവി നീച്ചിട്ട് പറഞ്ഞു, എല്ലാവരും പൊയ്ക്കോളി, ഞാൻ പോണില്ല എന്ന് പറഞ്ഞു. ആരെ ഈ കച്ചറ ഉണ്ടാക്കിയ ആള്? ആയിഷ ബീവി. എന്തിനുണ്ടാക്കിയത്? ബാക്കിയുള്ളവരെ ദിവസം കൂടി എനിക്ക് കിട്ടാന്ന് കരുതിയിട്ട്. മൂപ്പത്തിയേർക്ക് അഭിപ്രായം ഇല്ല, മൂപ്പത്തിയേര് പെട്ടൂന്ന്. 1000 കൊല്ലം കഴിഞ്ഞിട്ട് കുറച്ച് യുക്തിവാദികൾക്ക് തോന്നുകയാണ് ആ പെൺകുട്ടി ആകെ കുടുങ്ങിയല്ലോ എന്ന്. മൂപ്പത്തിയേർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടായിട്ടില്ല. എന്നാൽ മൂപ്പത്തിയേരെ വാപ്പാക്കുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാപ്പാക്കില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു യുദ്ധത്തിന് വേണ്ടി പോയി മടങ്ങി വരുമ്പോൾ വഴിയിൽ ഒറ്റപ്പെടുകയും അങ്ങനെ പിന്നിൽ യാത്ര ചെയ്യുകയും ചെയ്തതിനെ കുറിച്ച് മുനാഫിക്കുകളായ ആളുകൾ വേണ്ടാത്തത് പറഞ്ഞു പരത്തി. 10-14 ദിവസം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ അടുത്തേക്ക് ചെന്നില്ല. മുഅ്മിനീങ്ങൾ ആകെ വിഷമിച്ചു. അങ്ങാടിയിൽ വെച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് കൈ പിടിച്ചാലും അണഞ്ഞുകൂട്ടി പിടിച്ച് കരയിലായിരുന്നു പതിവ്. അതിനാത്രം വിഷമിച്ചു മുഅ്മിനീങ്ങൾ.
14 ദിവസം, ഒരു ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 5 പ്രാവശ്യമെങ്കിലും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്ന അമ്മോശൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മരുമകനെ കണ്ടിട്ട് ഒരിക്കൽ പോലും ആയിഷാന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കേണ്ടതെന്ന് ചോദിച്ചില്ല എന്നുള്ളതാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രത്യേകത. മഹാനവറുകൾക്ക് ആയിഷ ബിബി കുടുങ്ങിയെന്ന് അഭിപ്രായം ഉണ്ടായിട്ടില്ല. 1000 കൊല്ലം കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർക്ക് അന്ന് ആ പെൺകുട്ടി ആകെ പെട്ടതായിരുന്നു എന്ന് തോന്നിയിട്ട് എന്താ കാര്യം? ഞാൻ എന്തിനാ പറഞ്ഞു വെച്ചാൽ, ഓരോ സന്ദർഭങ്ങൾ വരുമ്പോൾ ആ സന്ദർഭത്തെ ആഴത്തിൽ പഠിച്ച് നമ്മുടെ പ്രബോധിതർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നിടത്താണ് വിജയം. അല്ലാതെ കൈക്കോട്ടുണ്ടായി തല മാറിയിട്ടൊന്നും കാര്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. വിഷയങ്ങൾ വരുമ്പോൾ സാഹചര്യമാണ്, ഓരോ സാഹചര്യം വരും. ആ സാഹചര്യത്തെ നന്നായി പഠിച്ച ആളുകളിലേക്ക് എത്തിക്കണം. നമ്മുടെ ആദർശങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ തത്വങ്ങൾ എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കണം. കേട്ടു. മുഹമ്മദിനെ ഓഷോയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അത് ഇഷ്ടപ്പെട്ടെന്ന് അനിൽ കൊടിത്തോട്ടം പാസ്റ്റർ പറഞ്ഞിട്ടാണ് പോയത്. ബാക്കി ചാക്കോ പാസ്റ്ററിന്റെ അഭിപ്രായം കേൾക്കാൻ താല്പര്യമുണ്ട്. അത് മുഹമ്മദിനെ കുറിച്ച് സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ പഠിച്ച വ്യക്തിയാ പ്രസംഗിച്ചത്. അയാളുള്ള കാര്യം പറഞ്ഞത്. അയാളെ അഭിനന്ദിക്കുക തന്നെ വേണം. പിന്നെ മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം സൂചിപ്പിച്ചത്, ഇതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷെ അത് ഇന്നുകൂടെ അത് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നിടത്താണല്ലോ ഈ വിഷയം ഉണ്ടാകുന്നത്. ഓഷോയെ പോലെയോ അതിനും അപ്പുറത്ത് ആരെങ്കിലും പോയോ ലൈംഗിക നിയന്ത്രണം വിട്ട വിഷയാസക്തിയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം മുഹമ്മദിന് ഉണ്ടായെങ്കിൽ പോലും അതൊക്കെ അന്ന് ശരിയാണ്, അത് സമ്മതിക്കുന്നു. പുസ്തകത്തിനകത്ത് അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനേക്കാൾ ഭീകരമായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ശരിയാ. പക്ഷെ അത് ഇന്നും അനുവർത്തിക്കണം, ഇന്നും അതുപോലെ തന്നെ ആകണം. 6 വയസ്സ് തന്നെ വേണം, 5 വയസ്സ് തന്നെ വേണം എന്ന് തുടങ്ങുന്നിടത്താണ് സഹോദരന്മാരെ ഈ വിഷയം വരുന്നത്. അപ്പോഴാണ് ഇവരുടെ തനിനിറം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എല്ലായിടങ്ങളിലും പ്രാവർത്തികമാക്കണം എന്നാണ് അവർ പറയുന്നത്. അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. അതായത് ഈ മൗലിയാര് പറഞ്ഞത് അവരുടെ പുസ്തകത്തിനകത്തുള്ള കാര്യങ്ങൾ തന്നെയാണ്. അദ്ദേഹം വളരെ സത്യസന്ധമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഞാനത് കേട്ടു. എനിക്കൊരു ചോദ്യം എന്റെ മനസ്സിൽ ഉദിച്ചത് ഇത് കേട്ടപ്പോഴെല്ലാം, ഈ 2 അല്ലെങ്കിൽ 2 പ്രാവശ്യം ഞാൻ കേട്ടു. അതിനകത്ത് ഈ പെൺകുട്ടി 2 റോസാപ്പൂ, ലീ സിസ്റ്റർ പറയുന്നിട്ട് എവിടുന്ന് റോസാപ്പൂ കിട്ടിയെന്ന് അറിയത്തില്ല, റോസാപ്പൂവായിട്ട് ഇങ്ങേരുടെ മുന്നിൽ ചെല്ലുന്നു, ഒന്നും അറിയാതെ. എന്തോ നടക്കുന്നതെന്ന് ഒന്നും അറിയത്തില്ല. അങ്ങേരൊരു റോസാപ്പൂ എടുക്കുന്നു, ഇഷ്ടമാണെന്ന് പറഞ്ഞു, റോസാപ്പൂ എടുത്തു. അപ്പം ഈ പെൺകുട്ടികൾക്കോ അല്ലെ സ്ത്രീകൾക്ക് ഇസ്ലാമിൽ യാതൊരു അഭിപ്രായവും ഇല്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഈ ഇസ്ലാമിലെ ഈ കയറി വരുന്നവർക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു ഒരു പുരുഷനുമായിട്ട്, ആ സ്ത്രീക്ക് എന്തെങ്കിലും അഭിപ്രായം, അതിന് എന്തെങ്കിലും പരിഗണന കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ചാക്കോ പാസ്റ്ററിന് മനസ്സിലായോ? അതായത് ഈ സ്ത്രീയുടെ അഭിപ്രായത്തിന് എന്തെങ്കിലും വിലയുണ്ടോ? അല്ലെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അഭിപ്രായത്തിന് എന്തെങ്കിലും വില ഇവർ കൊടുക്കുന്നുണ്ടോ? ഇല്ല ബ്രദറെ, ഇല്ല സുഹൃത്തെ. പെൺകുട്ടിയുടെ അഭിപ്രായത്തിന് യാതൊരു വാല്യൂ അവർ കൊടുക്കുന്നില്ല. പക്ഷെ ഇന്ന് ഈ അഭ്യസ്തവിദ്യരായ പെൺകുട്ടികളൊക്കെ ഇതിനകത്തുള്ളത് കൊണ്ട് കുറച്ച് വ്യതിയാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവര് പൊതുവെ പറഞ്ഞാല് ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ പെൺകുട്ടികൾക്ക് യാതൊരുവിധ പങ്കുമില്ല. അവര് ആണുങ്ങളുടെ സുഖഭോഗത്തിനുള്ള ഒരു ഉപകരണം എന്ന നിലയിലാണ് ഇവർ സ്ത്രീകളെ കാണുന്നത്. നമുക്കറിയാം, ഈ ആർത്തവ സമയത്ത് അവരുടെ ഏറ്റവും ഒരു വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് ആ സമയം. പലരും പല വിധത്തിലാണ് പ്രയാസം അനുഭവിക്കുന്നത്. ആ സമയത്ത് അത് ജീവികൾക്കൊക്കെ ഉള്ള ഒരു രീതിയാണല്ലോ. മൃഗങ്ങൾ പോലും ആ സമയത്ത് എടുക്കത്തില്ല. പക്ഷെ മുഹമ്മദ് പറയുന്നത് ആർത്തവ സമയത്ത്, ബ്ലഡ് പോകുന്ന സമയത്ത് ലൈംഗികമായിട്ട് ബന്ധപ്പെടാന്ന്. ഞാൻ വായിച്ചേൽപ്പിക്കാം, മനസ്സിലായോ? അപ്പം ഈ ആർത്തവ സമയത്തും സംഭോഗം നടത്താമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കെ എന്ത് സ്വാതന്ത്ര്യം പെൺകുട്ടികൾക്ക് അതിനകത്തുള്ളത്? ഇത് മൃഗങ്ങൾ പോലും ചെയ്യുന്ന പരിപാടിയല്ലോ. മൃഗം പോലും ആ സമയത്ത് അടുക്കത്തില്ലല്ലോ. അപ്പൊ അതാണ് അതിന്റെ കാര്യം. ഇവര് കയറി വരുമ്പോ ആ ചോദ്യം ഒന്ന് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഏതെങ്കിലും വിശ്വാസന്മാര് അവരുടെ അതിനകത്തുള്ള ആ വ്യക്തിയുടെ അതിനകത്തുള്ള അഭിപ്രായം ഈ കാര്യത്തിൽ, ഇത് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ഇസ്ലാം സമൂഹം തുടരുന്നത്, ഈ ഉസ്താദുമാരൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റു വീഡിയോയിലുണ്ട്, വയ്യാവലി ബ്രദറിന്റെ കയ്യിലുണ്ടത്. അതായത് സ്ത്രീയുടെ സമ്മതം ആവശ്യമില്ല,
സ്ത്രീയുടെ സമ്മതം ആവശ്യമില്ലേ? ഇത് സ്ത്രീകളെ ഇവരെ ഒരു മാനുഷിക പരിഗണനയെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്നുള്ള ഒരു സാമൂഹ്യമായ ഒരു പ്രശ്നമാണ് ഞാൻ അതിൻ്റെ അകത്ത് ഉന്നയിക്കുന്നത്. ഇവരുടെ സമൂഹത്തിൽ ഈ സ്ത്രീകൾക്ക് യാതൊരു വിലയില്ല, അവരുടെ അഭിപ്രായത്തിന് യാതൊരു പ്രസക്തി ഇല്ല എന്നുള്ളതാണ് ചോദ്യം. ഇത് ഇവന്മാർ കയറി വരുമ്പോൾ ആ ചോദ്യം കൂടെ ഒന്ന് ചോദിക്കാൻ ഓർത്തോണം. അല്ല സാർമാരെ, ഈ അനിൽ പാസ് പോയോ? ചാക്കോ പാസ് ഒക്കെ ഉണ്ടല്ലോ. വയ്യാവേലി ഇവിടെ വായിച്ച പുതിയ വെളുപ്പിക്കല്. ഒന്ന്, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം. 2, എന്തുകൊണ്ട്. 3, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്. ഈ 3 കാര്യങ്ങൾ പരിശോധിച്ചിട്ട് വേണം ഓരോ വിമർശനങ്ങളും. ഇപ്പം പുള്ളി പറയാണ്, ഞാനൊരു വൃത്തികേട് ചെയ്താൽ, ഞാനൊരു തെറ്റ് ചെയ്താൽ പോലും എന്നെ വിമർശിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം ഓക്കെ, അത് മനസ്സിലാവുന്നില്ല. അതിൻ്റെ അർത്ഥം എന്തുവെന്ന്. തെറ്റ് ചെയ്താൽ, ഇപ്പോൾ ഒരു പെങ്കൊച്ചിനെ അവൻ ഈ പറഞ്ഞ പ്രസംഗിച്ച ബലാത്സംഗം ചെയ്തു, അവനെ വിമർശിക്കാൻ പാടില്ല. കാര്യം എൻ്റെ പശ്ചാത്തലം എന്താണ്? ഒരു കൊച്ചിനെ ഒറ്റയ്ക്ക് കൈ കിട്ടി, ആരും അടുത്തില്ല. അപ്പം നല്ല ഒരു ചരിത്ര പശ്ചാത്തലം ഒരുങ്ങി, സാഹചര്യം ഒത്തു വന്നു, പുള്ളി എന്നെ ബലാത്സംഗം ചെയ്തു. അതിൻ്റെ എന്താണ് അത്? എന്താ രണ്ടാമത്തത്? എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളതാണ്. ഇയാളുടെ പിന്നെ കാമശമനത്തിന് വേണ്ടി ചെയ്തതാണ്. എൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? അത് ആ പെങ്കൊച്ചി ഗർഭിണിയായി. ഓക്കെ, ഈ 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവോ ഒരാൾ ചെയ്ത് തെറ്റ്? ഇപ്പം മുഹമ്മദ് ആയിഷ കൊച്ചിനെ കെട്ടിയതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇവർ വരുമ്പോൾ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം വളരെ നീളത്തിൽ പറയുന്നുണ്ട്. നിങ്ങളിവിടെ സംസാരിച്ച് കാണും, പക്ഷേ എനിക്ക് അത്രയും കേട്ടിരിക്കാനുള്ള സഹനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയതാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ സതേ ക്ഷമിക്കുക. എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്കും ഉണ്ടല്ലോ. ചരിത്ര പശ്ചാത്തലം, ഈ ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ ഒരു ബന്ധമുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കല്യാണം നടന്നതെന്നോ അവൻ ഒരു തെളിവും പറയുന്നില്ല. അതേ സമയത്ത് ഐഷക്കൊച്ചിനെ താലത്തിനകത്ത് പൂവും കൊടുത്തു വിട്ടു, ഇഷ്ടമായെങ്കിൽ എന്ന് പറയുന്ന അർത്ഥങ്ങളൊന്നും അവിടെ പറയാതെ ഈ കൊച്ചിനെ എനിക്ക് കല്യാണം കഴിച്ച് തരണമെന്ന് പറയുമ്പോൾ അബൂബക്കറിൻ്റെ പ്രതികരണം തന്നെ നെഗറ്റീവായിട്ടാണ്. നമ്മൾ സഹോദരങ്ങളല്ലയോ എന്നാണ് പുള്ളിയുടെ പ്രതികരണം. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം പച്ച നുണയാണ്. രണ്ടാമത്തെ കാര്യം, പിന്നെ ഐഷക്കൊച്ചിനെ കെട്ടുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇയാൾ സ്വപ്നം കണ്ടെന്നാണ് പറയുന്നത്. ഈ പൊടിക്കൊച്ചിനെ പൊതിഞ്ഞ് കൈ കൊണ്ട് കൊടുക്കുന്ന ഈ അള്ളാഹു എന്ന് പറയുന്ന ഈ കാട്ടുപിശാച് ദുർശക്തി ഈ 53 വയസ്സുള്ളവനോ അല്ലെ 50 വയസ്സുള്ളവനോ കാണിച്ചു കൊടുത്ത് നീ പെങ്കൊച്ചിനെ നീ കെട്ടിക്കോണമെന്ന് പറഞ്ഞാൽ, അപ്പം ഈ അള്ളാഹു എന്ത് സാധനമാണ്? അപ്പം എൻ്റെ ചരിത്ര പശ്ചാത്തലത്തിനകത്ത് വരുമ്പോൾ ഇത് മുഹമ്മദിനും അള്ളാഹുവിനും നെഗറ്റീവായിട്ടാണ് വരുന്നത്, പോസിറ്റീവായിട്ടല്ല വരുന്നത്. ആ ബന്ധത്തിലായിരുന്നെങ്കിൽ അബൂബക്കർ നമ്മൾ സഹോദരങ്ങളല്ലയോ കൊച്ചല്ലയോ എന്നൊന്നും പറയേണ്ട ഒരാവശ്യമില്ല. അയ്യോ എൻ്റെ എന്നെ പ്രവാചക നബിയെ ഞാനിങ്ങനെ റസൂലെ ഞാനിങ്ങനെ കാത്തിരിക്കുമായിരുന്നു, നീ എന്നോടൊന്ന് ആലോചിക്കുന്ന കേൾക്കാൻ, എൻ്റെ കൊച്ചിനെ കെട്ടിക്കൊണ്ട് പൊക്കോ എന്നും പറഞ്ഞ് കെട്ടിക്കൊണ്ട് കൊടുത്തു വിട്ടൊന്നുമല്ല. അങ്ങനെ ചരിത്ര പശ്ചാത്തലമേ ഇല്ല. അപ്പോൾ അതൊരു നുണയാണ്. ഈ മുഹമ്മദ് ചെയ്ത വൃത്തികേടാണെന്ന് അവർക്ക് അറിയാമെന്നതുകൊണ്ട് ആ വൃത്തികേടിനെ വെളുപ്പിക്കാൻ വേണ്ടിയുള്ള പുതിയ തന്ത്രങ്ങളാണ് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, മുഹമ്മദ് എന്തിനിത് ചെയ്തു എന്നുള്ളതാണ്. മുഹമ്മദ് ചെയ്ത് എന്തിനാണ് പെണ്ണ് കെട്ടിയത്? കൊച്ചിനെ ഉപയോഗിക്കാൻ. കാര്യം 1.5 വയസ്സുള്ള ഒരു കൊച്ച് ഇഴയുന്ന കണ്ടപ്പോൾ അതിനെ വളർന്നു വന്നാൽ കെട്ടുമെന്ന് പറഞ്ഞ ഒരു സാധനത്തിൻ്റെ ഉള്ളു മുഴുവൻ MM അക്ബറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മുഹമ്മദിൻ്റെ തലച്ചോറിൻ്റെ 99%, 90 എന്നാണ് മുസ്ലിങ്ങളുടെ കാര്യം പറഞ്ഞത്. നമ്മൾ മുഹമ്മദിനെ കണക്കെടുക്കാമെങ്കിൽ 99 എടുക്കണം. 99% സ്ത്രീയും സെക്സും മാത്രം നിറഞ്ഞിരിക്കുകയാണ്. ആ കണ്ണുകൊണ്ട് ഈ 5 വയസ്സുള്ള കൊച്ചിനെ കണ്ടപ്പോൾ പുള്ളിക്ക് ഇത് തോന്നി, അതിനെ കെട്ടിയിട്ട് പല ഭാര്യമാരുള്ള ഈ മനുഷ്യൻ ഇവിടെ ആൾക്കാരുടെ തെളിവ് തരും. പല ഭാര്യമാരുള്ള പല സ്ത്രീകൾ തൻ്റെ വീടിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അന്ന് മറ്റ് പല ഭാര്യമാരും ഉണ്ട് ഇയാൾക്ക്, ഭാര്യമാരുടെ ഈ ഐഷ കൊച്ചിനെ കെട്ടുന്ന സമയത്ത്. 4ാമത് അങ്ങോട്ട് കെട്ടുന്നതാണ് ഐഷ കൊച്ചിനെ. അപ്പോൾ ആ കെട്ടുന്ന സമയത്ത് വേറെ ഭാര്യമാരുള്ളപ്പോൾ പോലും ഇയാൾ ഈ കൊച്ചിനെ എന്താ പറയുന്നത്, എങ്ങനെയൊക്കെ അതിനെ പറഞ്ഞു മനസ്സിലാക്കാൻ തരത്തില്ല, ഒരു സെക്സ്വൽ ഇൻ്റർകോഴ്സിന് പകരം വേറെ ചില പരിപാടികൾ ചെയ്തു പോലും ഇയാൾ ലൈംഗിക സംതൃപ്തി നേടിയിട്ടുണ്ടെന്നും ഇവരുടെ ഹദീസുകൾ പറയുന്നുണ്ട്. അപ്പം ഇയാൾ കെട്ടിയ എന്തിനാണ്? ഇതിനു വേണ്ടി മാത്രമാണ്. സ്ത്രീകൾ കൈകളുള്ളപ്പോഴും കൊച്ചിനെ ലാളിച്ച് കൊച്ചിനെ ഉപയോഗിക്കുക, നമ്മളതിനൊരു വാക്ക് പറയുമല്ലോ, ആ തരത്തിലുള്ള ഒരു ലൈംഗികതയ്ക്ക് വേണ്ടി മാത്രമാണ് മുഹമ്മദ് കെട്ടിയത്. എന്തിനെന്നുള്ള ചോദ്യത്തിന് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, അതുകൊണ്ടുള്ള റിസൾട്ട് എന്താണ്?
അതുകൊണ്ടുള്ള ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത് പിന്നെ പിന്നെ എം എം അക്ബറിനെ കൂടെ നമ്മളിവിടെ കൊണ്ടുവരണം. അപ്പം ഒന്നാമത്തെ റിസൾട്ട്, ഇപ്പോൾ ഇറാഖിൽ നിയമം കൊണ്ടുവന്നു 9 വയസ്സുകാരി വിവാഹം കഴിക്കാമെന്നുള്ള നിയമം കൊണ്ടുവരാനുള്ള കാരണം ഈ കാട്ടുപിശാചി ഈ 5 വയസ്സുകളിലെ കെട്ടി 9-ാം വയസ്സിൽ അതിനെ ശരീരത്തിൽ ഉപയോഗിച്ചതുകൊണ്ടാണ്. അപ്പോൾ ലോകത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവിതവും ശരീരവും കീറിക്കളയുവാൻ, പിച്ചി ചീന്തുവാൻ ഈ കാട്ടുമാക്കാന്മാർക്ക് കുറ്റബോധം കൂടാതെ, ഉളുപ്പ് കൂടാതെ, അറപ്പ് കൂടാതെ ചെയ്യുവാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുത്തു ഈ മുഹമ്മദിൻ്റെ ഈ കൊച്ചിനെ കെട്ടിയത് മുഖാന്തരം. ഇത് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എന്നോട് എതിർത്ത് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, നിങ്ങളത് പറയാം. അപ്പോൾ ഈ 50, 60, 70 വയസ്സുള്ള ഈ മാക്കാന്മാരെ ഈ 6, 7, 8, 9, 10 വയസ്സുള്ള കൊച്ചുങ്ങളെ കെട്ടി അതിൻ്റെ ശരീരത്തോട് കാണിക്കുന്ന പരാക്രമം, ആ ഭീകരത, ഇറാനിൽ ഒരു തന്ത സ്വന്തം കുഞ്ഞിന് 4 വയസ്സ് 5 വയസ്സുള്ള കൊച്ചിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നു കളഞ്ഞു. അതൊക്കെ തെളിവുകൾ ഇവിടെ പടസഹിതം അനിൽ അയ്യപ്പൻ പണ്ട് വീഡിയോ ഇറക്കിയതാണ്. അതിനകത്ത് ആ മനുഷ്യൻ കോടതിന് മുമ്പിൽ വളരെ രക്ഷപ്പെട്ടു. രക്തമണി, ബ്ലഡ് മണി കൊടുത്തിട്ട് ഒരു തുക കോടതി പറഞ്ഞു ആ പൈസ കെട്ടി വെച്ചിട്ട് വളരെ കൂളായിട്ട് അയാൾ ഇറങ്ങിപ്പോയിരുന്നു. സ്വന്തം കുഞ്ഞിനോട്, ആ കുഞ്ഞിൻ്റെ രൂപം കണ്ടാൽ അതിനെ ഒന്ന് ചേർത്ത് നിർത്താൻ തോന്നുന്ന തരത്തിൽ സുന്ദരിയായ ഒരു കൊച്ചിനെ അതുപോലെ പീഡിപ്പിച്ച് അതിൻ്റെ ശരീരത്തിൽ അതുപോലെ പാടുകളുണ്ടായിരുന്നാണ് പറയുന്നത്. ഈ നാറിത്തരം, ഈ ചെറ്റത്തരം, ആ വാക്കുകൾ ഞാൻ പറയാൻ പാടില്ലാത്തതാണ്, സത്യം എന്നോട് ക്ഷമിക്കുക. പക്ഷേ ഈ വൃത്തികേടുകളെ നമ്മൾ എന്ത് ഭാഷ കൊണ്ട് നിർവചിക്കുമെന്നുള്ളത് എനിക്കറിയത്തില്ല. ആ തെറ്റുകൾ ലോകത്തിൽ ചെയ്യുവാൻ, ഈ കാട്ടുമാക്കാന്മാർക്ക് ചെയ്യുവാൻ, ഇതിപ്പോൾ അങ്ങോട്ട് ഇറാഖിൽ അങ്ങോട്ട് പാസ്സായി കഴിഞ്ഞാൽ കേരളത്തിലെ ഉമ്മാർക്കെല്ലാം ലഡുപൊട്ടും. ഇനിയും 9 വയസ്സുള്ള കൊച്ചുങ്ങൾക്ക് പോലും റോഡിൽ കൂടെ പോകാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇവന്മാർ ഇത് കടന്ന് വിളിച്ചു പറയും ഞങ്ങൾക്കും അവകാശം വേണമെന്നും പറഞ്ഞ്. ആ തരത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളോട് ദയ കൂടാതെ കാമപൂർത്തി വരുത്താൻ വേണ്ടിയുള്ള ഒരു നികൃഷ്ടമായ വഴി മുഹമ്മദിൻ്റെ ഐഷ കൊച്ചു കല്യാണത്തോടു കൂടി ലോകത്തിൽ നടന്നു. ഇതാണ് എൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, റിസൾട്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു നന്മയും ഉണ്ടായിട്ടില്ല, ഒരു നന്മയും തിന്മയല്ലാതെ. ഇനി രണ്ടാമത് ഒരു കാര്യം കൂടെ അതുകൊണ്ട് ബന്ധപ്പെടുത്തി പറയാം. എം അക്ബറിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഐഷ കൊച്ചിനെ കെട്ടിയത് ലൈംഗികതയുടെ മാതൃക ലോകത്തെ പഠിപ്പിക്കാനാണെന്ന്. ഇവൻ ഏത് കോത്താടത്തുകാരനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പ്രായപൂർത്തിയായ പെണ്ണുങ്ങളെ, സൈനബയെ പോലുള്ളവരെ, അതുപോലെ തന്നെ ഖദീജയെ പോലുള്ള, ഖദീജയാണ് പുള്ളിയുടെ കൂടെ ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചത്, നിങ്ങൾ ഓർക്കണം. 2 ഭർത്താക്കന്മാരുണ്ടായിരുന്നവർക്ക് ലൈംഗികതയുടെ ഏതാ അറിയാത്തേ. 3ാമത് വന്നത് ഈ മുസ്ലിം മുഹമ്മദാണ്. മുഹമ്മദിൻ്റെ കൂടെ പുറത്ത് 10-20 വർഷം പുറത്തിട്ട് അവളെ കൊണ്ട് ലൈംഗികത നാട്ടുകാരെ പഠിപ്പിക്കുന്നതിന് പകരം കേവലം വർഷങ്ങൾ മാത്രം കൂടെ ജീവിക്കുകയും ലൈംഗികതയുടെ ആദിപാഠങ്ങൾ എന്താണെന്ന് പോലും അറിയാത്ത ഒരു കാലത്ത് സ്വശരീരം 57 വയസ്സുള്ള ഒരു കാട്ടുമാക്കാൻ ആക്രമിച്ച് കീഴടക്കി അതിനെ ഉപയോഗിക്കുമ്പോൾ ആ കൊച്ച് എന്താണ് ലോകത്തെ പഠിപ്പിക്കുന്നത്? ലൈംഗികതയുടെ മാതൃക പഠിപ്പിക്കുന്നത്. ആ കൊച്ച് എന്താ ലോകത്തോട് പറഞ്ഞു കൊടുക്കുക? അവൾ അനുഭവിച്ച വേദനകളും പീഡകളുമാണ് അവൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം അതൊരു എന്ത് വെളുപ്പിനവന്മാരി വെളുപ്പിക്കുന്നത്. അപ്പം 20 വർഷത്തിലധികം കൂടെ ജീവിച്ച 9 വർഷം മാത്രം കൂടെ ജീവിച്ച ആ പെണ്ണിനെ കൊണ്ട് തന്നെ ലൈംഗികതയുടെ ആദിപാഠങ്ങൾ നാട്ടുകാരെ പഠിപ്പിക്കാൻ, അതാണ് എന്തോ ഒരു മാതൃക നോക്കണം. മറ്റൊരു കാര്യം, കുടുംബജീവിതത്തിൻ്റെ മാതൃക എന്താണ്? ഈ കുടുംബജീവിതത്തിനകത്ത് കൊച്ചെന്തോ പഠിച്ചേ? അവൾ ശരിക്കും എഴുതി വെച്ചാൽ ഉണ്ടല്ലോ, അവൾ അവിടെ ജീവിതത്തിൽ അനുഭവിച്ച് എഴുതി വെച്ചോണ്ടല്ലോ ഈ മുസ്ലിങ്ങൾ കൂട്ടത്തോടെ പോയി വല്ല ചാണകക്കൂടിലും ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വരും. കാരണം അവക്കെന്തോ പറയാനുള്ളത്? എൻ്റെ പ്രവാചകൻ ഇത്ര ഭാര്യമാരുണ്ടായിരുന്നു, ഞാൻ അതിൽ ഏറ്റവും കുറഞ്ഞായിരുന്നു, അങ്ങേർക്ക് ഏറ്റവും ഇഷ്ടം എന്നോടായിരുന്നു. സൗദ പ്രായവും തടിയുള്ള സ്ത്രീയായിരുന്നു, അവളെ ഉപയോഗിച്ചില്ല, അവളെ പറഞ്ഞു വിട്ടു. അവസാനം സൗദ കാലെ പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ കൂടെ കിടക്കുന്ന സമയം ഐഷയുടെ കൂടെ കിടക്കാൻ ഞാൻ തരാം. അങ്ങനെ എൻ്റെ പ്രവാചകൻ അതിന് അനുവദിച്ചു. അങ്ങനെ എൻ്റെ കൂടെ ഇയാൾ കിടക്കാൻ തുടങ്ങി. എൻ്റെ കൂടെ കിടക്കുമ്പോഴാണ് ഇയാൾക്ക് വഹി വരുന്നത്. ഈ കൊച്ച് എന്താണ് പറയുന്നത്? നിങ്ങൾ എത്ര ഭാര്യമാരെ വേണമെങ്കിലും കിട്ടിക്കോ, പക്ഷേ ഇഷ്ടമുള്ളതിനൂടെ കിടക്കണം, മറ്റുള്ള എന്നെ തുല്യമായിട്ടൊന്നും കൊടുക്കരുത്. ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. കുടുംബജീവിതത്തിന് ഒരു മാതൃക ഇയാൾ ചെയ്തിട്ടില്ല. കുടുംബജീവിതത്തിന് ഐഷ കൊച്ച് ഇന്ന് ശരിക്കും എഴുന്നേറ്റ് ഒരു നല്ല സാക്ഷ്യം പറഞ്ഞുണ്ടല്ലോ, മുഹമ്മദ് സ്വർഗത്തിൽ നിന്ന് ചാടി അള്ളാഹുവിൻ്റെ വ്യഭിചാരശാലയും ചാടി നരകത്തിൽ പോയി കിടക്കേണ്ടി വരും.
അത്രയ്ക്ക് പ്രാകൃതമാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ അവിടെ പറഞ്ഞ 3 കാര്യങ്ങളും പച്ച നുണകളാണ്, യാഥാർത്ഥ്യങ്ങളോട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അല്ലെങ്കിൽ മുസ്ലിങ്ങൾ തെളിവ് സഹിതം വിട്ട് തെളിയിക്കണം. താങ്ക് യു. അല്ല വർഗീസ് സാറേ, ഇവന്മാർക്ക് ഒരു ഉളുപ്പില്ലെന്നാണ് ഈ 6 വയസ്സുള്ള കൊച്ചിനെ കിട്ടിയ കാര്യം പറയാന്. ഈ ഉസ്താക്കന്മാർക്ക് യാതൊരു ഉളുപ്പില്ല. അല്ല, ഇവ ഇവന്മാർക്ക് എന്തിനാ ഉളുപ്പുള്ളേ? ഏ- അതുകൂടെ പറയണം. ഏതെങ്കിലും ഒരു വൃത്തികേടുകൾ പരസ്യമായി പറയുന്നതിന് ഇവന്മാർക്ക് ഉളുപ്പുണ്ടോ? അല്ല മോഹൻ ബ്രദറെ, വഴിയേ പോകുന്ന ഇപ്പം ഇവിടെ വന്ന മുഹമ്മദ് വിമർശകൻ അല്ലെങ്കിൽ ഫോളോയിങ്, അവനും അവൻ്റെ പെണ്ണുമ്പിളയും കൂടെ റോഡിൽ കൂടെ പോകുമ്പോൾ മുഹമ്മദ് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വന്നിട്ട് ആ പെണ്ണുമ്പിളമാരെ ഇഷ്ടപ്പെട്ടാൽ മുഹമ്മദ് പറയാൻ പോകുന്നത്, ഹബീബായ മുഹമ്മദ് പറയും ഓളുമാരവിടെ നിൽക്കട്ടെ, ഓമാരങ്ങ് പൊക്കോളാൻ. ഈ 2 ഓമാമാരും കൂടെ അങ്ങ് പോവും. ഓളുമാർ 2 ഇവൻ്റെ കൂടെ പോയി കിടക്കണം. അത് വലിയ പുണ്യമാണെന്ന് പരസ്യമായി പ്രസംഗിക്കണമെങ്കിൽ ഇവന്മാർ ആരാന്ന് ആലോചിച്ച് നോക്കി. ഇവന്മാരുടെ ഉളുപ്പില്ലായ്മയുടെ ആഴം എത്ര എന്ന് മനസ്സിലാക്കി നോക്കി. അയാള് അതെ അയാള് മുഹമ്മദിനോട് ഉപയോഗിച്ചിരിക്കുന്നതേ ഓഷോയോടാണ്. ഓഷോ ഇതിനേക്കാൾ എത്രയോ നല്ല മനുഷ്യനാണ്. അയാൾ ഒരു മനുഷ്യനെ കൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ല, ഒരാളെ ഉപദ്രവിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അയാള് പഠിപ്പിച്ചത് ഈ ഒരു കണക്കിൽ അയാൾ ഓഷയോട് ഉപമിച്ചത് ശരിയായിട്ട് തോന്നും. കാര്യം ലൈംഗിക ആസക്തിയാണ് ഓഷോയുടെ പഠനം. അത് തന്നെയാണ് ഈ മുഹമ്മദ് പഠിപ്പിച്ചത്. ആ കാര്യത്തിൽ ചിലപ്പോ ഏകദേശമൊക്കെ ഇല്ല തുല്യമായിട്ട് തോന്നും. മോഹൻ ബ്രദറെ, അതിനകത്തും ഒരു പ്രശ്നമുണ്ട്. മുഹമ്മദ് ഒരു സെക്സ്വൽ പെർവേർട്ടഡ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു ലൈംഗിക പ്രാകൃതനാണ്, വൈകൃതമുള്ളവനാണ്. വൈകൃതം. ഓഷോയ്ക്ക് പിള്ളേരോടൊക്കെ ഈ അസുഖം ഉണ്ടായിരുന്ന അറിയത്തില്ല. മനസ്സിലായോ? ഓഷോ പഠിപ്പിച്ചത് സ്ത്രീ പുരുഷ ലൈംഗികതയാണ് മോക്ഷത്തിനുള്ള മാർഗമെന്നോ അല്ലെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും വിചാരിച്ച് അതിനു വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ്. പക്ഷേ ഈ വൈകൃതങ്ങൾ മുഹമ്മദ് കാണിച്ചതുപോലെ കൃഷിയിടമാണ്, പിൻഭാഗമോ മുൻഭാഗമോ, ഇങ്ങനെയുള്ള വൃത്തികേടുകളെ പിള്ളേരെ ഉപയോഗിക്കുന്നതിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചെറുക്കന്മാർ ഇവരുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നത്, പിന്നെ ഇവിടുത്തെ ഉസ്താദുമാരെയും മുഹമ്മദിൻ്റെയൊക്കെ വാക്കുകളെ പിൻപറ്റിക്കൊണ്ട് ഈ പൊടിക്കൊച്ചുങ്ങളെ ഉപയോഗിക്കുന്നത്, ഈ കൊച്ചിനെ കെട്ടി അതിനോട് പരാക്രമം കാണിക്കുന്നത്, ഇതൊന്നും ഓഷോ പഠിപ്പിച്ച് കാണത്തില്ല. അപ്പോൾ സെക്സ്വൽ പഠിപ്പിക്കലിനകത്ത് ഓഷോയ്ക്ക് പക്വപരമായ ഒരു അവകാശവാദങ്ങളോ പഠിപ്പിക്കലോ ഉണ്ടാവാം. പക്ഷെ മുഹമ്മദ് പ്രാകൃതവും വൈകൃതവുമായ ഒരു പെർവേർട്ടഡ് ആണ്. പെർവേർട്ടഡ് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രാകൃതം എന്നാണോ? അല്ലല്ലോ, ഒരു എന്തായാലും പറയാ, വഴിതെറ്റിപ്പോയ വൈകൃതമാണോ? വൈകൃതം അത് തന്നെ. ഓക്കെ, അതായിരിക്കാം. അപ്പൊ ആ കാര്യത്തിൽ പോലും മുഹമ്മദിനെ ഇവരുടെ കൂടെ വെക്കാൻ പറ്റത്തില്ല. അതാ പറഞ്ഞ, ലോകത്തിലുള്ള ഒരു മനുഷ്യനെ, ഏത് മനുഷ്യനെ എടുത്താലും തിന്മയുടെ കാര്യത്തിൽ മുഹമ്മദ് മുമ്പിലാണ്, ജയിച്ചിരിക്കും. ആരെയും കൂടെ, കാട്ടുകള്ളൻ വീരപ്പനെ ആണെങ്കിലും മറ്റേ ഗോവിന്ദചാമി ആണെങ്കിലും, ലോകത്തിൽ ഏത് ഭീകരനെയോ വൃത്തികെട്ടവനെയോ എടുത്താലും മുഹമ്മദ് ആയിരിക്കും ആ കാര്യത്തിൽ ജയിക്കുന്നത്. അതിനൊരു തർക്കമില്ല. ഇങ്ങനെ ഈ ചരിത്രം നോക്കണമെന്ന് പറഞ്ഞത്, പശ്ചാത്തലം നോക്കണമെന്ന് പറഞ്ഞത്, ഇപ്പൊ ഒരുത്തൻ ലൈംഗികതയ്ക്ക് യാതൊരു അവസരവുമില്ലാതെ 1 വർഷം നിന്നിട്ടാണ് ഒരുത്തിയെ ബലാത്സംഗം ചെയ്യുന്നതെങ്കിൽ അത് ന്യായീകരിക്കാനാണോ? അതാണോ പുള്ളി പറഞ്ഞതിന്റെ ഉദ്ദേശം? എനിക്ക് മനസ്സിലായില്ല. എന്താ ഇതിനകത്തെ, ഏത് ചരിത്ര സാഹചര്യത്തിലാണ്? പശ്ചാത്തലം എന്ന് പുള്ളി പറഞ്ഞത് ആ കാലത്ത് പിള്ളേരെയൊക്കെ കിട്ടുവാനെന്നുള്ള അർത്ഥത്തിലായിരിക്കും അവൻ പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നും കാണത്തില്ല. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ നാഗാലാൻഡുകാരുണ്ടല്ലോ, നാഗന്മാര്, അവരുടെ ഇടയില് ഈ മനുഷ്യനെ കൊല്ലുന്ന ഒരു കലയായിരുന്നു. മനുഷ്യനെ കൊന്നിട്ട് അവന്റെ തലയോട്ടി വീട്ടിൽ കൊണ്ടുവരുന്നതാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. അപ്പം ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു പുനരുദ്ധാരകൻ ഈ ജനസമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാള് അങ്ങനെയുള്ള പ്രവൃത്തികളെ മാറ്റി വെച്ചിട്ട് ജീവിക്കണോ, അതോ അത് തന്നെ ചെയ്തിട്ട് മാതൃക കാണിക്കണോ? അതൊരു ചോദ്യമല്ലേ. ചരിത്രത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ മുഹമ്മദ് ചെയ്തിരുന്നത് ആ സമൂഹത്തിൽ അന്ന് നിലനിരുന്ന പ്രാകൃതമായ പ്രവൃത്തികളെ അനുകൂലിച്ചുകൊണ്ട് ജീവിച്ച ഒരാളാണ്, അല്ലാതെ അതിനെ തെറ്റെന്ന് പറഞ്ഞില്ല. അപ്പം ചരിത്ര പശ്ചാത്തലത്തിൽ കുഞ്ഞുങ്ങളെ കെട്ടുന്ന ഒരു ചരിത്ര പശ്ചാത്തലം ഉണ്ടെങ്കിൽ പോലും മുഹമ്മദ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു. മുഹമ്മദ് ചെയ്യേണ്ടത് അതിനെതിരായിട്ട് നിൽക്കണമായിരുന്നു. സാമൂഹിക ഇതല്ല നല്ലൊരു ജീവിതം പരിഷ്കർത്താവ് അല്ലേ?
സാമൂഹിക പരിഷ്കർത്താവ് അങ്ങനെ പരിഷ്കർത്താവ്. ചെയ്തത്. ഉം. ആ പക്ഷെ മുഹമ്മദ് ചെയ്തത് ആ ചെയ്ത പ്രാകൃത പ്രവൃത്തികളെ അതുപോലെ അനുകരിച്ചും അതിന്റെ അപ്പുറം ചെയ്തിട്ടും പുള്ളി മാതൃകയാണെന്ന് ഈ ക്ണാപ്പന്മാർ പറഞ്ഞിട്ടുണ്ടാക്കുമ്പോൾ ഇവന്മാർ ഏത് കോത്താടത്തുകാരന്മാരാണ്? അതുപോലെ ഇതേ ഒരു കാര്യമുണ്ട്. ഈ മുഹമ്മദ് സ്വയം ചെയ്തതാണെങ്കിൽ നമ്മള് മുഹമ്മദിനെ അങ്ങ് തൊലി ഉരിച്ചു, നിങ്ങള് ഇഷ്ടം പോലെ ഇട്ട് അങ്ങ് ദേഹം വെച്ചു. ഇത് മുഹമ്മദ് സ്വയം ചെയ്തതല്ലിത്. ദയവായിട്ട് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അള്ളാഹു എന്ന മുഹമ്മദിന്റെ ദൈവം മുത്തുനബിയിൽ ഇത്തരത്തിലുള്ളതായ ആസക്തികളുടെ പൂർത്തീകരണവും മുഹമ്മദിൽ ഇട്ടുകൊടുത്ത് അടിച്ചേൽപ്പിക്കുകയാണ്. മനസ്സിലായോ? അതാണ് അതിന്റെ വസ്തുത. അതാണ് ഇവര് പറയുന്നത്. അല്ലാതെ തിരുമേനിക്കിയുടെ ഒരു ഇഷ്ടാനിഷ്ടങ്ങൾ ഇവർ ചെയ്തതല്ല ഇത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു 10 വയസ്സുകാരിയെ 60കാരൻ പീഡിപ്പിക്കുകയോ ആ കുട്ടി ഉപദ്രവിക്കുകയോ നിയമപരമായിട്ട് കേസെടുക്കും, അവനെ എപ്പോഴും ചെയ്യില്ല. അപ്പൊ അവൻ പറയും ഇത് ഞാൻ ചെയ്തതല്ല, എന്നിലൂടെ എന്റെ ദൈവം ചെയ്താണെന്ന് പറഞ്ഞാൽ വില പോകും. പക്ഷെ ഇവര് എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അള്ളാഹുവിന്റെ നിർബന്ധമായിരുന്നു തിരുമേനി ആസക്തിയുടെ പൂർത്തീകരണത്തിൽ എത്തണമെന്നുള്ളൂ. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങള് മുഹമ്മദിനെ ഇങ്ങനെ ഇട്ട് തൊലിയൊരിക്കരുത്. അള്ളാഹു നിയമിച്ചതാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം. മനസ്സിലായി? ഈ 6 വയസ്സുള്ള കുട്ടിയെ ചെയ്യണമെന്നും ഈ തന്നേക്കാൾ 15 വയസ്സും കൂടുതലുള്ള വൃദ്ധയായ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടണമെന്നും വഴി കാണുന്ന ഏത് പുരുഷനെയും ഏത് സ്ത്രീയെയും ഭോഗിക്കണമെന്നും വേലക്കാരെടുത്ത് പോകണമെന്നും മരുമകളെ പ്രാപിക്കണം, ഇതൊക്കെ തന്നെ അള്ളാഹു മുഹമ്മദ് നബിയിൽ ഏൽപ്പിച്ച തന്റെ ഒരു സ്വഭാവമായിരുന്നു. അള്ളാഹുവിന്റെ ഒരു പ്രകൃതിയായിരുന്നു. ഇദ്ദേഹം ഇങ്ങനെ ചെയ്യണം, ഇദ്ദേഹം അനുഭവിക്കണമെന്നുള്ളത്.